എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഗ്രിഡിൻ്റെ പേര് കേരള കെയർ എന്നുള്ളതാണ്. അപ്പോൾ പാലിയേറ്റീവ് കെയർ 30 വർഷമായി നമുക്ക് തുടങ്ങിയിട്ട്, ഇപ്പോൾ അതെല്ലാം കൂടെ കോംപ്രഹെൻസീവ് ആയിട്ട് കേരള കെയർ എന്നുള്ള ഒരു കോമൺ ഗ്രിഡിലേക്ക് കൊണ്ടുവരാനാണ് നോക്കുന്നത്. ഇത് ജസ്റ്റ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. 93 തുടങ്ങി 2000 ജനകീയമായി. 2008 ആദ്യത്തെ പോളിസി, 2019 പോളിസി റിവൈസ് ചെയ്തു, 23 പോളിസിക്ക് അനുസരിച്ചുള്ള ആക്ഷൻ പ്ലാൻ, പിന്നെ ഗ്രിഡും അതനുസരിച്ചുള്ള ക്യാമ്പയിനുമാണ് ഈ 25 ഈ വർഷം. അടുത്ത ഒരു വർഷത്തേക്ക് ഈ ഗ്രിഡും ഉണ്ട്, അതിൻ്റെ കൂടെ ഉള്ളൊരു ക്യാമ്പയിൻ പാലിയേറ്റീവ് കെയറിനെ പറ്റിയിട്ടുള്ള സ്റ്റേറ്റ് മൊത്തം എല്ലാവർക്കും അത് ലഭ്യമാക്കുക എന്നുള്ള ഇതിലുള്ള ക്യാമ്പയിൻ. ഇത് ഗവൺമെന്റ് തലത്തിൽ അതുപോലെ സംസ്ഥാന തലത്തിലും പ്രൈമറി ലെവൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സ് ഉണ്ട്. അത് എല്ലാവർക്കും അറിയാം. ബേസിക് കെയർ ആണ് നോക്കുന്നത്. അതിനകത്താണ് ഈ ഹെഡ് ടു ഫുഡ് കെയർ, സ്കിൻ കെയർ, ബ്ലാഡർ കെയർ, ബൗൾ കെയർ അങ്ങനെയുള്ള എല്ലാം വരുന്നത്. അത് ഗവൺമെന്റ് സെക്ടറിലും ഉണ്ട്, NGO സെക്ടറിലും ഉണ്ട്. അതുപോലെ തന്നെ സെക്കൻഡറി പാലിയേറ്റീവ് കെയർ സിസ്റ്റം ഉണ്ട്. അവിടെയാണ് കുറച്ചുകൂടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കെയർ, പ്രത്യേകിച്ച് ടെർമിനൽ ഇൽനെസ്സിനുള്ള എൻഡ് സ്റ്റേജ് കെയർ, അതുപോലെ ട്രക്യോസ്റ്റമി, കൊളോസ്റ്റമി, അതുപോലെയുള്ള ഏത് രീതിയിലുള്ള സ്പെഷ്യലൈസ്ഡ് കെയറും അവിടെയാണ് വരുന്നത്. അതുപോലെ ഫിസിയോതെറാപ്പി വേണ്ടി വരാം. ഇനി ഓൺകോളജിക്ക് മാത്രമായിട്ടുള്ള സ്പെഷ്യൽ പാലിയേറ്റീവ് കെയർ സിസ്റ്റം വരാം. ഡെർമറ്റോളജി വേണമെങ്കിൽ ഏത് ലെവലിലുള്ള സ്പെഷ്യൽ പാലിയേറ്റീവ് കെയർ സിസ്റ്റവും സെക്കൻഡറി ലെവൽ എന്നുള്ള നിലയിലാണ്. അതാത് ഏരിയയിലുള്ളവർ വർക്ക് ചെയ്ത് ഡെവലപ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ ടെർഷറി പാലിയേറ്റീവ് കെയർ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനുള്ള ഒരു ട്രെയിനിങ് സിസ്റ്റോടെ അതിൻ്റെ കൂടെ ട്രെയിനിങ് സെന്റർ എന്നുള്ള നിലയിൽ പ്രൊഫഷണൽസിനുള്ള ട്രെയിനിങ് കൂടി അവിടെ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡോക്ടേഴ്സിന് BCCPM 10 days 6 weeks കോഴ്സ് ഉണ്ട്, 10 days കോഴ്സ് ഉണ്ട്. അതുപോലെ നേഴ്സസിനുള്ള 6 weeks 10 days. പിന്നെ കമ്മ്യൂണിറ്റി നേഴ്സിനുള്ള ട്രെയിനിങ്, വോളണ്ടിയേഴ്സ്, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിനിങ് പ്രോഗ്രാമും കേരളത്തിൽ നടക്കുന്നുണ്ട്. പ്രൈമറി ഇത് ഗവൺമെന്റിലെ കണക്കാണ്. 1142 യൂണിറ്റ്. അതിൽ 100,000-ൽ-അധികം ബെഡ് ബൗണ്ട് പേഷ്യൻസ് ഉണ്ട്. ഇത് 1,46,000 ബെഡ് ബൗണ്ട് അല്ലാത്ത പേഷ്യൻസ്. അതത്ര അല്ല, അതിലൊക്കെ ഇരട്ടിപ്പ് ഉണ്ടാകാട്ടോ. ഇപ്പോൾ ഗവൺമെന്റിൽ കയ്യിലുള്ള കണക്ക് വെച്ചിട്ടുള്ള ഇതാണ് പറയുന്നത്. ഗ്രിഡ് വന്ന് മൊത്തത്തിലായി കഴിയുമ്പോൾ ഒത്തിരി കൂടാനുള്ള സാധ്യത. ഇതുപോലെ തന്നെ പ്രൈമറി ലെവലിൽ ഏകദേശം ഒരു 300-400 NGOs വീടുകളിൽ പോയിട്ട് ഇതേ കെയർ തന്നെ വീടുകളിൽ കൊടുക്കുന്ന ഇതുണ്ട്. അതുപോലെ സെക്കൻഡറി പാലിയേറ്റീവ് കെയർ സിസ്റ്റം ഗവൺമെന്റിൽ 345 സെക്കൻഡറി യൂണിറ്റ് ഉണ്ട്. എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള സ്പെഷ്യലൈസ് സിസ്റ്റത്തിലേക്കൊന്നും മാറിയിട്ടില്ല. അവിടെ ഡോക്ടറും നേഴ്സും ഉണ്ട്. അവരുടെ സ്കിൽസും നോളജിനും ഒത്തിരി കൂട്ടാനുണ്ട്. പക്ഷേ യൂണിറ്റുകളുണ്ട്. അതുപോലെ തന്നെ സന്നദ്ധ മേഖലയിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കെയർ കൊടുക്കുന്ന നിരവധി യൂണിറ്റുകൾ കേരളത്തിൽ ഉണ്ട്. ടെർഷറി കെയർ സിസ്റ്റം ഗവൺമെന്റിൽ ഒരു യൂണിറ്റ്, ഒരു ജില്ലയിൽ ഒരു ട്രെയിനിങ് സെന്റർ ഉണ്ട്. അതുപോലെ NGO മേഖലയിൽ ഇപ്പോൾ 5 ട്രെയിനിങ് സെന്റേഴ്സ് നമുക്ക് കേരളത്തിൽ ഉണ്ട്. അതെ, അതുപോലെ NGOസിന്റെ ഒരു കണക്കാണ് പറയുന്നത്. ഈ ആദ്യം ഒരു 2000 NGOs എങ്കിലും സൈക്കോ സോഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്ന, അതായത് നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്ന പാലിയേറ്റീവ് കെയർ രോഗികളെ അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർ ആവശ്യമുള്ളവരെ സഹായിക്കുന്ന ഒത്തിരി സംഘടനകളുണ്ട്. അത് നാട്ടുകാരുടെ കൂട്ടായ്മകളാവാം, മതപരമായിട്ടുള്ള ഓർഗനൈസേഷൻസ് ആവാം, പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് ആവാം, മറ്റ് റെസിഡൻസ് അസോസിയേഷൻ ആവാം, സന്നദ്ധ സംഘടനകൾ, ഈ ഒത്തിരി ഓർഗനൈസേഷൻസ് അങ്ങനെ അവരൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ രോഗികൾ ജീവിച്ച് പോകുന്നത്. പലപ്പോഴും ആശുപത്രിയിൽ പോകാനുള്ള പൈസ മറ്റു കാര്യങ്ങളൊക്കെ നാട്ടുകാരിലും ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള 2000-ലധികം NGOs എങ്കിലും കേരളത്തിലുണ്ട്. അതിൽ തന്നെ മെഡിക്കൽ നേഴ്സിംഗ് കെയർ, ഒരു ട്രെയിൻഡ് നേഴ്സിനോ ഡോക്ടറെ വെച്ചിട്ട് വീടുകളിൽ പോയി മെഡിക്കൽ നേഴ്സിംഗ് കെയർ കൊടുക്കുന്ന 500-ലധികം സന്നദ്ധ സംഘടനകളുണ്ട്. ഒരു 1,00,000-ലധികം വോളണ്ടിയേഴ്സ് എങ്കിലും ഉണ്ടാവും. ഈ 3 days പരിശീലനം കിട്ടിയിട്ടുള്ള പാലിയേറ്റീവ് കെയറിൽ ഔദ്യോഗികമായിട്ടുള്ള പരിശീലനം കിട്ടിയിട്ടുള്ള 1,00,000-ലധികം വോളണ്ടിയേഴ്സ് പല സ്ഥലത്തായിട്ട് കഴിഞ്ഞ 20-25 വർഷത്തിനുള്ളിൽ പരിശീലനം ലഭിച്ച ആളുകളും ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം കൂടെ ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു കണ്ടിന്യൂ ഓഫ് കെയർ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ഒന്ന് ബെഡ് ബൗണ്ട് പേഷ്യൻസ്, അവർക്ക് മന്ത്ലി ഹോം കെയർ മന്ത്ലി അവരെല്ലാവരെയും എല്ലാ ബെഡ് ബൗണ്ട് പേഷ്യൻസിനെയും മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഹോം കെയർ ടീം കണ്ടിരിക്കണം മിനിമം. ബെഡ് ബൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് കട്ടിലിൽ നിന്ന് എഴുന്നേക്കുവാൻ വേറൊരാളുടെ സപ്പോർട്ട്. അവർക്ക് സ്വയം കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ പറ്റില്ല, വേറൊരാളോ വേറൊരു എക്യുപ്മെന്റോ സപ്പോർട്ടോട് കൂടിയേ കട്ടിലിൽ നിന്ന് മാറാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെയുള്ളവരാണ് ബെഡ് ബൗണ്ട് എന്ന് പറയുന്നത്. അവരെല്ലാവരെയും മാസത്തിൽ ഒരിക്കൽ വിസിറ്റ് ചെയ്യണം. എല്ലാവർക്കും ഒരു വോളണ്ടിയറുടെ സപ്പോർട്ട് ഉണ്ടാവണം. അവർക്കായിട്ടുള്ള ബേസിക് കെയർ എല്ലാം എൻഷുർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. കംഫർട്ട് ഡിവൈസ് കൊടുക്കാൻ പറ്റണം. ഇതെല്ലാം ചെയ്യേണ്ടത്. മെഡിസിൻസ് ഇപ്പോൾ എല്ലാ മെഡിസിൻസും കൊടുക്കാൻ പറ്റും എന്നൊക്കെ പറയാൻ കഴിയില്ല. പക്ഷേ കഴിയുന്നത്ര മെഡിസിൻ അവർക്ക് എൻഷുർ ചെയ്യാനായിട്ട്
ശ്രമിക്കുന്നു. മെഡിസിൻ മേടിക്കാൻ പൈസ ഇല്ലാത്തവർക്ക് അത് തീർച്ചയായിട്ടും വേറെ ഓൾട്ടർനേറ്റീവ് മെക്കാനിസം ഗവൺമെന്റോ മറ്റ് സംഘടനകളോ വഴി കൊടുക്കേണ്ടതായിട്ടും വരും. പിന്നെ ഈ ഇൻപേഷ്യന്റ് കെയർ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അപ്പൊ നമ്മുടെ WHO ഒരു പാലിയേറ്റീവ് കെയർ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ സീരിയസ് ഹെൽത്ത് റിലേറ്റഡ് സഫറിംഗ് ഉള്ള എല്ലാവർക്കും വേണമെന്നുള്ളതാണ്. അപ്പോൾ ഈ ബെഡ് ബൗണ്ട് എന്തായാലും സീരിയസ് സഫറിംഗ് ആണ്. ബെഡ് ബൗണ്ട് അല്ലാതെ തന്നെ സീരിയസ് സഫറിംഗ് ഉള്ള ഒത്തിരി ആൾക്കാർ വേറെയുണ്ട്. പിന്നെ ക്രോണിക് ഡിസീസുള്ള ഒത്തിരി ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരാണ് പിന്നീട് സീരിയസ് സഫറിംഗിലേക്ക് പോകുന്നവർ. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നോക്കുമ്പോൾ നമ്മുടെ മിക്കവാറും ഹോസ്പിറ്റലുകളിലും ഇൻപേഷ്യന്റ് കെയർ ഉള്ള ഹോസ്പിറ്റലുകളിലും മെഡിക്കൽ കോളേജുകളിലും ഉള്ള പകുതി പേഷ്യൻസും പാലിയേറ്റീവ് രീതിയിലുള്ള സപ്പോർട്ട് കൂടി ആവശ്യമുള്ള രോഗികൾ തന്നെയാണ്. അതൊരു ഇപ്പൊ പലപ്പോഴും അതൊരു നമുക്കൊരു ഇഷ്യൂ ഉള്ളത്, പാലിയേറ്റീവ് കെയർ ലഭിക്കണമെങ്കിൽ പാലിയേറ്റീവ് ആയിട്ട് നെയിം ചെയ്യണം, അതിന്റെ രജിസ്റ്റർ നമ്പറൊക്കെ വേണമെന്നുള്ളതാണ്. പക്ഷെ അതൊരു ക്രൂരതയാണ് ശരിക്കും. പാലിയേറ്റീവ് കെയറിലേക്ക് മാറി പ്രത്യേക ഒരു സിസ്റ്റത്തിലേക്ക് വന്നാലേ കൊടുക്കുള്ളൂ എന്നൊക്കെ പറയാം. പക്ഷെ പാലിയേറ്റീവ് രീതിയിലുള്ളത് പേഷ്യന്റ് സഫറിങ് കുറയ്ക്കാനുള്ള ഇടപെടലാണ്. സഫറിങ് കുറയ്ക്കാനുള്ള ഇടപെടൽ ചെയ്യാനായിട്ട് എല്ലാ ഡോക്ടേഴ്സിനും എല്ലാ നേഴ്സസിനും എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും കഴിയണം. അത് ഈ പേഷ്യന്റ് എവിടെയാണോ ഉള്ളത് അവിടെ വെച്ച് തന്നെ അത് കൊടുക്കുവാനും കഴിയണം. എന്നിട്ട് അത് സ്പെഷ്യാലിറ്റി ലെവലിലുള്ള ഒരു പാലിയേറ്റീവ് കെയർ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അത് അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്ക് റെഫർ ചെയ്യപ്പെടേണ്ടതുള്ളൂ. അങ്ങനെയുള്ള ഒരു ഇൻപേഷ്യന്റ് കെയർ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഒരു ഹോസ്പിറ്റലിനകത്ത് കുറച്ച് ബെഡ്സ് ഇട്ടിട്ട് അവിടെ ഇൻപേഷ്യന്റ് കെയർ പാലിയേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ വെച്ച് തുടങ്ങാതിരിക്കുന്നത്. പാലിയേറ്റീവ് സിസ്റ്റമായിട്ട് ഇൻപേഷ്യന്റ് കെയർ സിസ്റ്റമായിട്ട് ലിങ്ക് ചെയ്ത് ജനറൽ സിസ്റ്റമായിട്ട് ലിങ്ക് ചെയ്ത് തന്നെ പോകണം. സെപ്പറേറ്റ് ആയിട്ട് നിൽക്കേണ്ടത് ഹോം കെയർ മാത്രമേ ഉള്ളൂ. വീടുകളിൽ പോയിട്ടുള്ള കെയർ അത് ഏത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന രോഗികൾക്കും വീടുകളിലെ കെയറിന് വേണ്ടി നമ്മുടെ ഫീൽഡിലുള്ള ഹോം കെയർ സിസ്റ്റത്തെ, അത് ഗവൺമെന്റിന്റെയും NGO സിസ്റ്റത്തെയും ഒക്കെ ആശ്രയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പ്രൈവറ്റ് ആശുപത്രികൾക്കടക്കം അവരുടെ ഹോം കെയർ പ്രോഗ്രാം ഒക്കെ ഇപ്പോൾ തുടങ്ങാവുന്നതും ആണ്. പിന്നെ നമ്മുടെ ഒരു പ്രശ്നമാണ് ട്രെയിൻഡ് ഡൊമിസിലറി നേഴ്സസ്, അതായത് ഹോം നേഴ്സസ് എന്ന് പറയുന്നത് വലിയൊരു ആവശ്യമുള്ളൊരു ഇതായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഫോറിനിലൊക്കെ നമ്മുടെ നേഴ്സസ് മുഴുവൻ ഫോറിൻ പോയിട്ട് മിക്കവാറും കെയർ ഹോമിലോ അല്ലെങ്കിൽ ഡേ കെയർ നേഴ്സസ് ആയിട്ടാണ് വീടുകളിൽ നിന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ആവശ്യം ഓരോ മാസം ചെല്ലുന്നതും കൂടി വരികയാണ്. അപ്പോൾ ആ നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ഡൊമിസിലറി നേഴ്സസ് നമുക്ക് ഈ വീടുകളിൽ നിൽക്കാനായിട്ട് ഉണ്ടാവാം. പക്ഷെ ഇപ്പോൾ ഉള്ള ആളുകൾ ആ രീതിയിലുള്ള ട്രെയിനിങ്, ഔദ്യോഗിക ട്രെയിനിങ്ങിലൂടെ ഒന്നും കടന്നു പോകുന്നില്ല. അപ്പോൾ അതും ഭാവിയിൽ ഒരു ഡെവലപ്മെന്റ് ആയിട്ട് നമുക്ക് വരേണ്ടതാണ്. അങ്ങനെ വീടുകളിൽ നിൽക്കുന്ന ഇങ്ങനെയുള്ള നേഴ്സസിനെ ആശ്രയിക്കാവുന്ന ഒരു സിസ്റ്റം ഉണ്ടാവും, ഒരു ടെലിമെഡിസിൻ സിസ്റ്റം ഒക്കെ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ഒരു ഹോം നേഴ്സ് വീട്ടിലുണ്ടെങ്കിൽ ആ രോഗിക്ക് ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ കൃത്യമായിട്ട് അതിന് ബന്ധപ്പെട്ട പാലിയേറ്റീവ് സിസ്റ്റത്തെയോ അതിന്റെ ഹെൽത്ത് കെയർ സിസ്റ്റത്തെ ബന്ധപ്പെട്ട അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് കഴിയും. പിന്നെ കെയർ ഹോംസ് ആൻഡ് ഹോസ്പൈസസ്, നമ്മൾ ഒരു നാൾ വിചാരിച്ചിരുന്നു നമുക്ക് എല്ലാവരെയും വീടുകളിൽ കെയർ ചെയ്യാൻ പറ്റും. പക്ഷെ വീടുകളിൽ കെയർ ചെയ്യാൻ ആളുകളില്ലാത്ത 1% ആളുകൾ ഉണ്ടെങ്കിൽ തന്നെ അത് വലിയ നമ്പറാണ് കേരളത്തിന്റെ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ. 100-ൽ ഒരാൾക്ക് വീടുകളിൽ കെയർ ചെയ്യാൻ ആളില്ലെങ്കിൽ അത് കേരളം മൊത്തം നോക്കുമ്പോൾ വലിയ നമ്പറാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ കെയർ ഹോംസും നിറഞ്ഞു കവിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു കിടപ്പിലായിപ്പോയി ഒരു പേഴ്സണൽ കെയർ വേണ്ട ഒരു ആളാണെങ്കിൽ, അങ്ങനെ കെയർ കൊടുക്കേണ്ട ഒരാളാണെങ്കിൽ കെയർ കൊടുക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങൾ നമുക്കിപ്പോൾ വളരെ വളരെ കുറവാണ്. അങ്ങനെയുള്ള എല്ലാ സ്ഥാപനങ്ങളും ഫില്ലായിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള സ്ഥാപനങ്ങളും പ്രോത്സാഹിപ്പിക്കപ്പെടണം. അവിടെ കെയർ കൊടുക്കാനുള്ള ആളുകളെ, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെയും ഒക്കെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കണം. അതിനും പാലിയേറ്റീവ് കെയർ സിസ്റ്റത്തിന് വലിയ റോള് ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ലിങ്ക് ചെയ്യാനുള്ള ഒരു സംവിധാനമായിട്ടാണ് പാലിയേറ്റീവ് കെയർ ഗ്രിഡ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിപ്പോ ഒരു പേഷ്യന്റിന് തന്നെ ചിലപ്പോൾ ഹോസ്പിറ്റലിലെ പാലിയേറ്റീവ് കെയർ ആവശ്യമായിട്ട് വരാം, ഗവൺമെന്റിന്റെ പാലിയേറ്റീവ് കെയർ ആവശ്യമായിട്ട് വരാം, അതിന്റെ ഇടയ്ക്ക് ഒരു സന്നദ്ധ സംഘടനയുടെ സപ്പോർട്ട് അവർക്ക് ആവശ്യമായിട്ട് വരാം, ഇടയ്ക്ക് ചിലപ്പോൾ ഒരു ഹോസ്പൈസിൽ അവർക്ക് പോകേണ്ട വരാം, ചിലപ്പോൾ കെയർ ഹോമിൽ പോകേണ്ട, ഇങ്ങനെയുള്ള ഒരു പേഷ്യന്റിന് തന്നെ പല സ്ഥലത്തുനിന്ന് പല രീതിയിലുള്ള സപ്പോർട്ട് ആവശ്യമായിട്ട് വരുന്നു. അപ്പൊ അങ്ങനെ സപ്പോർട്ട് ആവശ്യമായിട്ട് വരുമ്പോൾ അത് ചെയ്യുന്ന ആളുകൾ തമ്മിൽ ലിങ്ക് ചെയ്തുകൊണ്ട് പേഷ്യന്റിന് ഒരു കണ്ടിന്യൂ ഓഫ് കെയർ കിട്ടുക എന്നുള്ളതാണ് ഗ്രിഡിന്റെ ഒരു മെയിൻ ഉദ്ദേശമായിട്ട് വരുന്നത്. ഇത് ഗ്രിഡ് 2023 ആക്ഷൻ പ്ലാനിൽ, ഗവൺമെന്റ് ആക്ഷൻ പ്ലാനിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് NHMന്റെ PIP-യിൽ അവരുടെ പ്ലാനിൽ 2024-2025 ഉൾപ്പെടുത്തി. അത് കഴിഞ്ഞ് അതിന് പൈസ അനുവദിച്ചു. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ വിളിച്ചിട്ടാണ് പീപ്പിൾ ഫസ്റ്റ് എന്നൊരു ഓർഗനൈസേഷൻ ആണ് അത് ഫ്രീ ആയിട്ട്
നമുക്കിത് ബിൽഡ് ചെയ്ത് തരുന്നത്, ഈ ഗ്രിഡ് ബിൽഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ പീപ്പിൾ ഫസ്റ്റ് കോവിഡ് ഉണ്ടായപ്പോൾ എറണാകുളത്ത് കെയർ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഗവൺമെന്റിന് വേണ്ടി നടത്തി നല്ല രീതിയിൽ അന്നത് മാനേജ് ചെയ്യാൻ സഹായിച്ചതാണ്. അന്ന് തൊട്ട് തന്നെ പാലിയേറ്റീവ് കെയർ സിസ്റ്റമായിട്ട് ലിങ്ക് ചെയ്തവർ പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ ഗവൺമെന്റ് പാലിയേറ്റീവ് കെയർ സിസ്റ്റത്തിൽ ഒരു ഗ്രിഡ് ഉണ്ടാക്കാൻ ആലോചിച്ചപ്പോഴും പീപ്പിൾ ഫസ്റ്റ് അത് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞതനുസരിച്ച് അവരെയാണ് ഇത് ഏൽപ്പിച്ചത്. അപ്പോൾ അവർ പീപ്പിൾ ഫസ്റ്റുമായിട്ടുള്ള MOU സ്റ്റാർട്ടപ്പ് മിഷൻ വഴി MOU ഒക്കെ സൈൻ ചെയ്ത് കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയാണ് അതിനു വേണ്ടിയിട്ടുള്ള ഡിപ്ലോയ്മെന്റ്, അതിനു വേണ്ടിയിട്ടുള്ള ക്ലൗഡ് സിസ്റ്റം ഒക്കെ എടുത്തു തന്നിട്ടുള്ളത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയാണ്. അത് നമ്മൾ സർട്ടിഫൈഡ് ആയിട്ടുള്ള മെയ്റ്റി അപ്രൂവ്ഡ് ആയിട്ടുള്ള ക്ലൗഡ് സെർവറിലാണ് അത് വെച്ചിട്ടുള്ളത്. ഗ്രിഡിന്റെ ഫീച്ചേഴ്സ്: ഫെസിലിറ്റി രജിസ്ട്രേഷൻ. പാലിയേറ്റീവ് കെയർ കൊടുക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും ഒരു ഫെസിലിറ്റി ആയിട്ട് ഗ്രിഡിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. അത് ഗവൺമെന്റിന്റെ പ്രൈമറി ഫെസിലിറ്റി, അതുപോലെ സെക്കൻഡറി ഫെസിലിറ്റി, അതുപോലെ NGOസിനും അവരുടേതായ ഫെസിലിറ്റി രജിസ്റ്റർ ചെയ്യാൻ പറ്റും. സൈക്കോ സോഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നവർക്ക് അവരുടെ സർവീസ് പറഞ്ഞുകൊണ്ട് അതൊരു ഫെസിലിറ്റി ആക്കി രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കൊടുക്കുന്ന സ്ഥാപനങ്ങളും ഓരോരോ ഫെസിലിറ്റീസ് ആയിരിക്കും. അത് NGO CBOയ്ക്കും അതിനുള്ള ഇതുണ്ടാവും. അതുപോലെ വോളണ്ടിയേഴ്സിന് ഇതിനകത്ത് ഫെസിലിറ്റി കൂടാതെ വോളണ്ടിയേഴ്സിന് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള രജിസ്ട്രേഷൻ അതിനകത്ത് ഉണ്ടാവും. അവരെ ട്രെയിൻ ചെയ്യുന്നത് ഓൺ ബോർഡ് ചെയ്യുന്നതിനുള്ള സൗകര്യം ഉണ്ടാവും. പേഷ്യന്റിന്റെ ഡയറക്റ്റ് രജിസ്ട്രേഷൻ. അപ്പോൾ എനിക്കൊരു പാലിയേറ്റീവ് കെയർ ആവശ്യമാണെന്ന് കണ്ട് ഗ്രിഡിൽ പോയിട്ട് അങ്ങനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതാത് പഞ്ചായത്തിൽ അത് പാക്ക് ചെയ്യുന്ന രീതിയിൽ പേഷ്യന്റ് ഡയറക്റ്റ് രജിസ്ട്രേഷൻ ഇതിനകത്ത് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ പബ്ലിക് ഡാഷ്ബോർഡ് വാർഡ് ലെവലിലും പഞ്ചായത്ത് ലെവലിലും ജില്ലാ ലെവലിലും ഒക്കെ കാണാവുന്ന രീതിയിലുള്ള പബ്ലിക് ഡാഷ്ബോർഡ് ഇതിന്റെ ഭാഗമാണ്. അതുപോലെ ഓരോ ലെവലിലുള്ള അഡ്മിൻസ്, പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്തിലെ സെക്രട്ടറിക്ക്, അതുപോലെ മെഡിക്കൽ ഓഫീസർക്ക്, അതുപോലെ ഒരു NGO ആണെങ്കിൽ NGOയുടെ നടത്തുന്നയാൾക്ക്, ജില്ലാ തലത്തിലും അതുപോലെ ജില്ലയിലുള്ള അധികാരികൾക്ക്, സ്റ്റേറ്റിലും അങ്ങനെ ഇവർക്ക് എല്ലാവർക്കും അഡ്മിൻ ഡാഷ്ബോർഡും ഇതിനകത്ത് ഉണ്ട്. അതുപോലെ തന്നെ വേറെ പോർട്ടൽസുമായിട്ട്, ഹെൽത്ത് അടക്കമുള്ള മറ്റ് പോർട്ടൽസുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിയുന്ന API സിസ്റ്റം ഇതിനകത്ത് ക്ലിയർ ആയിട്ടുണ്ട്. ഈ പീപ്പിൾ ഫസ്റ്റ് ഇത് ബിൽഡ് ചെയ്യുന്നത് നമ്മുടെ നാഷണൽ ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ സിസ്റ്റമായിട്ടുള്ള അതിൻ്റെതായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇൻഡിവിജ്വൽ പേഷ്യന്റ് കെയർ, ഓരോ പേഷ്യന്റിനും ഏറ്റവും നല്ല കെയർ കിട്ടണം എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അവർക്ക് കിട്ടുന്ന എല്ലാ കെയറും മാപ്പ് ചെയ്യാവുന്ന രീതിയിലാണ് ഇതിനകത്ത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് റോൾ ഔട്ട് ചെയ്തത് March 25 ഇതൊരു സ്റ്റേറ്റ് ലെവൽ ഓറിയന്റേഷൻ ഒക്കെ നടന്നിരുന്നു. അതിനുശേഷം ഒരു സ്റ്റേറ്റ് ലെവൽ TOT നടന്നു. നേഴ്സസിന് പ്രത്യേകമായിട്ടുള്ള ട്രെയിനിങ് കൊടുത്തു. അങ്ങനെ ആദ്യം കേരളത്തിലെ ബെഡ് ബൗണ്ട് ആയിട്ടുള്ള എല്ലാ പേഷ്യൻസിനെയും ഇതിനകത്ത് എൻ്റർ ആക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടമായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ബെഡ് ബൗണ്ട് ആയിട്ടുള്ള എല്ലാ പേഷ്യൻസിനെയും രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഗവൺമെന്റിന്റെ പ്രൈമറി കെയർ സിസ്റ്റത്തോടാണ്. അപ്പോൾ പ്രൈമറി ലെവൽ നേഴ്സസിന് ട്രെയിനിങ് കൊടുത്ത ശേഷം പ്രൈമറി ലെവൽ നേഴ്സസ് ഹോം കെയർ പോയി തുടങ്ങുമ്പോൾ അവർ കാണുന്ന രോഗികളൊക്കെ ഇതിലേക്ക് എൻട്രി ചെയ്തു കൊണ്ടുവരിക. അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഒരു മാസം കൊണ്ട്, മാസത്തിലൊരിക്കലും എല്ലാ പേഷ്യന്റിനും കവർ ചെയ്യണം എന്നുള്ളതാണ് പാലിയേറ്റീവ് നഴ്സിനോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തുടങ്ങി ഒരു മാസം കൊണ്ട് കേരളത്തിലെ ബെഡ് ബൗണ്ട് പേഷ്യൻസ് മുഴുവൻ ഗ്രിഡിലേക്ക് എൻട്രി ചെയ്യപ്പെടും. ഇപ്പോൾ അതിന്റെ തുടക്കമാണ്. ആദ്യത്തെ ഒരാഴ്ച ആയിട്ടുള്ളൂ. ഒരാഴ്ച കൊണ്ട് ഏകദേശം 6000-ലധികം പേഷ്യൻസ് ഓൾറെഡി എൻറ്റേർഡ് ആണ്. നമുക്ക് ഒരു മാസം കൊണ്ട് ഏകദേശം 1 ലക്ഷത്തോളം ബെഡ് ബൗണ്ട് പേഷ്യൻസും ഗ്രിഡിൽ എൻട്രി ചെയ്യപ്പെടും എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. ആ പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് April 2025 ഈ മാസം നമ്മൾ പൂർത്തീകരിക്കാനായിട്ട് ലക്ഷ്യമിടുന്നത്. അത് കഴിഞ്ഞ് ഇതിന്റെ പാരലായിട്ട് തന്നെ വോളണ്ടിയേഴ്സിന്റെ രജിസ്ട്രേഷനും ട്രെയിനിങ്ങും ലോഗിൻ ക്രിയേഷനും ആ ഒരു ഇതോടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഡിസ്കഷൻ IAPC അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെയ്തിട്ട് അടുത്ത ആഴ്ചയോട് കൂടി അതിന്റെ ട്രെയിനിങ്ങും പിന്നീട് വോളണ്ടിയേഴ്സിന്റെ രജിസ്ട്രേഷൻ ട്രെയിനിങ്ങിലേക്ക് നമുക്ക് പോകണം. അതുപോലെ കേരളത്തിലെ NGOസിനെ CBOസിനെ മുഴുവൻ ഇതിനകത്തേക്ക് ലിങ്ക് ചെയ്ത് കൊണ്ടുവരണം. അവർക്കുള്ള മീറ്റിങ്ങും ട്രെയിനിങ്ങും നമുക്ക് ഇതിന്റെ കൂടെ തന്നെ പ്ലാൻ ചെയ്ത് വരേണ്ടതുണ്ട്. അതിനുശേഷം ഈ ബെഡ് ബൗണ്ട് അല്ലാത്ത പേഷ്യൻസ് ഉണ്ടല്ലോ, ഞാൻ ബെഡ് ബൗണ്ട് പേഷ്യൻസ് ആണ് പ്രൈമറി ലെവൽ സിസ്റ്റത്തിൽ കമ്മ്യൂണിറ്റി നേഴ്സ് പോയി കാണുന്നത്. ബെഡ് ബൗണ്ട് അല്ലാത്ത സീരിയസ് സഫറിംഗ് ഉള്ള ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ് കീമോതെറാപ്പി എടുക്കുന്നത്. ബെഡ് ബൗണ്ട് ഒന്നും അല്ല, പക്ഷെ നല്ല സഫറിംഗ് ഉണ്ട്. ഡയാലിസിസ് ചെയ്യുന്ന ഒരു പേഷ്യന്റ് ആണ്. അതുപോലെ കാർഡിയോവാസ്കുലർ ഡിസീസ് ഉള്ള ഒരു സിവിയർ ആയിട്ടുള്ള ബുദ്ധിമുട്ടുള്ള പേഷ്യന്റ് ആണ്, പക്ഷെ ബെഡ് ബൗണ്ട് അല്ല. അങ്ങനെയുള്ളവർക്കും നമുക്ക് പാലിയേറ്റീവ് കെയർ കൊടുക്കേണ്ടതുണ്ട്, പലരും കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ രജിസ്റ്റർ ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഗവൺമെന്റിനകത്ത് പറഞ്ഞിട്ടുള്ളത്, ഗവൺമെന്റിലെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ഒരു സ്റ്റാഫ് നേഴ്സിനെ പുതുതായിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ എന്നുള്ള നിലയിലാണ്, സ്റ്റാഫ് നേഴ്സാണ്.
അവരാണ് ബെഡ് ബൗണ്ട് അല്ലാത്ത പേഷ്യൻസിന് ഗ്രിഡിലേക്ക് കയറ്റുന്നത്. അപ്പോൾ അവരും അവരുടെ റുട്ടീൻ വർക്കിന്റെ ഭാഗമായിട്ട് ഇതിനകത്ത് ഈ പേഷ്യൻസിനെ മുഴുവൻ ഇതിനകത്തേക്ക് എൻട്രി ചെയ്യും എന്നുള്ളതാണ് വിചാരിക്കുന്നത്. അപ്പം പ്രൈമറി ലെവലിൽ ബെഡ് ബൗണ്ട് ആയിട്ടുള്ള ആൾക്കാരെ കമ്മ്യൂണിറ്റി നേഴ്സ് ഗ്രിഡിലേക്ക് കയറ്റും. ബെഡ് ബൗണ്ട് അല്ലാത്ത ആളുകളെ MLSP കയറ്റും. പിന്നീട് ഈ രണ്ടിൽ നിന്നും ആണ് പേഷ്യൻസ് NGO CBOയിലേക്ക് പോകുന്നുണ്ട്, അതുപോലെ സെക്കൻഡറിയിലേക്ക് പോകുന്നുണ്ട്, ടെർഷ്യറിയിലേക്ക് പോകുന്നുണ്ട്, മെഡിക്കൽ കോളേജിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അവർക്കും ഇതിന്റെ ഒരു ഫോളോ അപ്പ് ആയിട്ട് ഈ പ്രൈമറിയിൽ അവരുടെ പേരും മറ്റു കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്ത് വിട്ടിട്ടുണ്ട്. അതിന്റെ ഫോളോ അപ്പ് ആയിട്ട് അവർ ചെയ്യുന്ന ബാക്കി കെയറും ഇതിനകത്ത് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ പേഷ്യന്റിന്റെ മുഴുവൻ ഡീറ്റെയിൽസും ആ പേഷ്യന്റിനെ കാണുന്ന ഡോക്ടർക്കോ അവിടെ കാണുന്ന നേഴ്സിനോ മറ്റാൾക്കാർക്കോ കാണാവുന്ന രീതിയിൽ ഒരു കണ്ടിന്യൂ ഓഫ് കെയർ ഈ പ്രൈമറി ലെവലിൽ ചെയ്യുന്ന എന്താണെന്നുള്ളത് സെക്കൻഡറി ടെർഷ്യറി ലെവലിൽ കാണും. സെക്കൻഡറി ടെർഷ്യറി ലെവലിൽ ചെയ്യുന്ന എന്താണെന്നും അവർ ഫോളോ അപ്പ് ചെയ്യേണ്ടത് എന്താണെന്ന് പറയുവാണെങ്കിൽ അത് പ്രൈമറി ലെവലിൽ കാണാവുന്ന രീതിയിലുള്ള നമുക്കൊരു കണ്ടിന്യൂ ഓഫ് കെയർ ഇതിനകത്ത് ഉറപ്പാക്കാനായിട്ട് കഴിയും. ഇതിനെ ഒരു അഡ്മിൻ സിസ്റ്റമാണ് പറഞ്ഞത്. സ്റ്റേറ്റ് അഡ്മിൻ ഉണ്ട്, സ്റ്റേറ്റ് അഡ്മിനിൽ തന്നെ LSTD ഉണ്ട്, ഹെൽത്തും ഉണ്ട്. അപ്പോൾ LSTDയിൽ ഡിസ്ട്രിക്ട് അഡ്മിൻ അത് താഴോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഓരോ ഫെസിലിറ്റിയും അപ്പോൾ നടക്കെഴുതിയിരിക്കുന്ന ഗവൺമെന്റ് ഫെസിലിറ്റി ഉണ്ട്, ലൈറ്റർ NGO CBO അതെല്ലാം ഫെസിലിറ്റീസ് ആണ്. അവിടെ ഒരു ചാർജ് ഓഫീസർ ഉണ്ടാവും. ഒന്ന് ആ ഫെസിലിറ്റിയുടെ ഒരു സൈക്കോസോഷ്യൽ സപ്പോർട്ട് കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് ലെവലിൽ സെക്രട്ടറിയാണ് അതിന്റെ ഉത്തരവാദിത്തം. അതുപോലെ തന്നെ NGO CBO ലെവലിൽ അതിന്റെ സെക്രട്ടറിയോ മറ്റോ ആയിരിക്കും. അവർ നിയോഗിക്കുന്ന ഒരാളായിരിക്കും അതിന്റെ അഡ്മിനായിട്ട് വരുന്നത്. അവർക്ക് സൈക്കോസോഷ്യൽ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യാനായിട്ട് വരും. ക്ലിനിക്കൽ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഗവൺമെന്റിൽ അവിടുത്തെ മെഡിക്കൽ ഓഫീസർ ആയിരിക്കും ചാർജായിട്ട് വരുന്നത്. NGO ആണെങ്കിൽ ആ NGOയിലുള്ള മെഡിക്കൽ ഓഫീസറോ നേഴ്സോ ആയിരിക്കും അവരുടെ ക്ലിനിക്കൽ കെയറിന്റെ ചാർജായിട്ട് വരുന്നത്. അപ്പോൾ ക്ലിനിക്കൽ കെയറിന്റെ കാര്യം DHS സിസ്റ്റം നോക്കും ഗവൺമെന്റിനകത്ത്. അതുപോലെ LSTDയുടെ നോൺ ക്ലിനിക്കൽ ഇതിന്റെ കാര്യങ്ങളൊക്കെ LSTD സിസ്റ്റം ആയിരിക്കും നോക്കുന്നത്. NGOസിന്റെ ആണെങ്കിലും നോൺ ക്ലിനിക്കൽ കാര്യങ്ങൾ LSTD ലെവലിലായിരിക്കും അതിന്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ പോകുന്നത്. ക്ലിനിക്കൽ കാര്യങ്ങൾ DHS സിസ്റ്റത്തിനകത്തായിരിക്കും അതിന്റെ ഡോക്ടറെ ലിങ്ക് ചെയ്ത് കൊടുക്കുക തുടങ്ങിയ പരിപാടികളൊക്കെ DHS സിസ്റ്റം ആയിരിക്കും ചെയ്യും. ഇതൊരു NGO CBO രജിസ്ട്രേഷനുള്ള ഒരു വർക്ക് ഫ്ലോ ആണ്. അപ്പൊ ആദ്യം NGO CBOs ഇത് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാവണം. അതിന് അവരോട് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് എന്താണ് ഗ്രിഡ് എന്നും അതിന്റെ പ്രയോജനം എന്താണെന്നുള്ളതും അവർക്കത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് സന്നദ്ധ സേന പോർട്ടലിൽ കേരളത്തിൽ ഈ ഗ്രിഡിന്റെ നേരത്തെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള സന്നദ്ധ സേന പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് അത് കോവിഡിന്റെ സമയത്ത് സന്നദ്ധ സംഘടനകൾക്ക് സന്നദ്ധ പ്രവർത്തകരൊക്കെ രജിസ്റ്റർ ചെയ്യേണ്ട ഒരു പോർട്ടലാണ്. അതിനകത്ത് പാലിയേറ്റീവ് കെയറിന് വേണ്ടി ഒരു പ്രത്യേക വിഭാഗം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവിടെയാണ് NGOs ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അങ്ങനെ ആപ്ലിക്കേഷൻ കൊടുത്താൽ അത് ആ NGOയുടെ ഓഫീസ് ഏത് പഞ്ചായത്തിലാണോ ആ പഞ്ചായത്തിൽ അത് ഫ്ലാഗ് ചെയ്യും. അവിടുത്തെ സെക്രട്ടറി, ആ പഞ്ചായത്തിലെ സെക്രട്ടറി അങ്ങനെ ഒരു NGO ഉണ്ടോ എന്നുള്ളത് വെരിഫൈ ചെയ്തിട്ട് അവർക്ക് ഗ്രിഡിനകത്തുള്ള ID കൊടുക്കും. ആ ഗ്രിഡിൽ ID കൊടുക്കുന്നത് ആ രജിസ്റ്റർ ചെയ്ത ആപ്ലിക്കേഷൻ തന്നിട്ടുള്ള സംഘടനയുടെ സെക്രട്ടറിക്കോ അല്ലെങ്കിൽ അവർ നിയോഗിക്കുന്ന ആൾക്കാരിക്കും ഇവിടെ ഈ രജിസ്ട്രേഷൻ കൊടുക്കുന്നത്. സെക്രട്ടറി ലിങ്ക്സ് ഓഫീസ് ബെയർ ഓഫ് NGO CBOs അഡ്മിൻ. പിന്നെ ആ അഡ്മിൻ കൊടുക്കുന്ന ആൾക്ക് ഇപ്പോൾ ആ NGOയ്ക്ക് ഒരു മെയിൻ അഡ്മിനെ കൊടുത്തു, അവർക്ക് കൂടുതൽ വോളണ്ടിയേഴ്സിനോ മറ്റോ ഒക്കെ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ NGOസിൽ ക്ലിനിക്കൽ കെയർ കൊടുക്കുന്ന NGOസിന്റെ ഡീറ്റെയിൽസ് പഞ്ചായത്തിൽ നിന്ന് ഹെൽത്തിന്റെ അങ്ങോട്ട് ഡിസ്ട്രിക്ട് ഹെൽത്തിലേക്ക് പോകും. അങ്ങനെ ക്ലിനിക്കൽ കെയർ കൊടുക്കുന്ന NGOസിന്റെ ഡോക്ടറുടെയും നേഴ്സിന്റെയും സർട്ടിഫിക്കറ്റ് അവർ ട്രെയിൻഡ് ആണെന്നുള്ളതൊന്ന് പരിശോധിച്ച ശേഷം ജില്ലാ ലെവലിൽ അവർക്ക് ക്ലിനിക്കൽ അഡ്മിൻ ID ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. ആ ID കിട്ടിക്കഴിഞ്ഞാൽ ആ ID കിട്ടുന്ന ഡോക്ടർക്ക് അവിടെ ബാക്കിയുള്ള ഡോക്ടേഴ്സിന് നേഴ്സസ് അതായിരിക്കും ചാർജ് മെഡിക്കൽ ഓഫീസറായിട്ട് ചാർജ് നേഴ്സായിട്ട് വരുന്നത്. അവിടെ കൂടുതൽ ഡോക്ടേഴ്സ് ഉണ്ട്, അവർക്കുള്ള ID കാര്യങ്ങളൊക്കെ ഈ ചീഫ് മെഡിക്കൽ ഓഫീസർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. മെയിൻ ID കിട്ടുന്ന ആൾക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവർ കാണുന്ന പേഷ്യൻസിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് ഗ്രിഡിലേക്ക് തന്നെ എൻ്റർ ചെയ്ത് വരും. അപ്പം ഓരോ ഗവൺമെന്റ് ആണെങ്കിലും സന്നദ്ധസംഘടനയാണെങ്കിലും അവിടെ ഒരു ക്ലിനിക്കൽ ചാർജ് പേഴ്സൺ ഉണ്ടാവും, നോൺ ക്ലിനിക്കൽ ചാർജ് പേഴ്സൺ ഉണ്ടാവും. ഗവൺമെന്റിന്റെ ക്ലിനിക്കൽ ചാർജ് പേഴ്സൺ എന്ന് പറയുന്നത് മെഡിക്കൽ ഓഫീസറാണ്, നോൺ ക്ലിനിക്കൽ ചാർജ് പേഴ്സൺ എന്ന് പറയുന്നത് സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ NGOസിലും ക്ലിനിക്കൽ ചാർജ് പേഴ്സൺ അവിടുത്തെ മെഡിക്കൽ ഓഫീസറോ നേഴ്സോ ഇൻചാർജ് ആയിരിക്കും. അതുപോലെ തന്നെ നോൺ ക്ലിനിക്കൽ ഇത് അവിടുത്തെ സെക്രട്ടറിയോ അതിന്റെ ഓഫീസ് ബെയറോ ആരാണോ അവരായിരിക്കും നോൺ ക്ലിനിക്കൽ ഇതിൽ വരുന്നത്.
അതുപോലെ തന്നെ വോളണ്ടിയേഴ്സിന്റെ രജിസ്ട്രേഷൻ ഇതുപോലെ തന്നെയാണ്. പബ്ലിക്കിന്റെ ഇടയിൽ നമുക്ക് വോളണ്ടിയേഴ്സിനെ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കൊടുക്കേണ്ടി വരും. അങ്ങനെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള വോളണ്ടിയേഴ്സിന് സന്നദ്ധ സേന പോർട്ടലിൽ തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് കറസ്പോണ്ടിങ് LSCDയിൽ ഏത് പഞ്ചായത്തിലാണോ പഞ്ചായത്തിൽ ഇന്ന ആളെ വോളണ്ടിയർ ആകാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് അറിയും. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് ഇങ്ങനെ വോളണ്ടിയേഴ്സ് രജിസ്ട്രേഷൻ നടക്കുന്നതിനോടൊപ്പം തന്നെ വോളണ്ടിയേഴ്സ് ട്രെയിനിങ് നമുക്ക് പ്ലാൻ ചെയ്യാം. വോളണ്ടിയേഴ്സ് ട്രെയിനിങ് പഞ്ചായത്ത് തലത്തിൽ പ്ലാൻ ചെയ്യാം, ജില്ലാ തലത്തിൽ പ്ലാൻ ചെയ്യാം, ബ്ലോക്ക് തലത്തിൽ പ്ലാൻ ചെയ്യാം, NGOയ്ക്കും പ്ലാൻ ചെയ്യാം. അങ്ങനെ പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഒരു ജില്ലയിൽ ഒരു ട്രെയിനിങ് എവിടെയെങ്കിലും സംഘടിപ്പിച്ചാൽ ആ ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ വോളണ്ടിയേഴ്സും ഇന്ന സ്ഥലത്ത് ട്രെയിനിങ് ഉണ്ട്, മുഴുവൻ വോളണ്ടിയേഴ്സും ഇന്ന സ്ഥലത്ത് ട്രെയിനിങ് നടക്കുന്നുണ്ടെന്നുള്ള മെസ്സേജ് ചെയ്യുന്നു. അങ്ങനെ മെസ്സേജ് ചെന്ന് കഴിയുമ്പോൾ അവർക്ക് ചൂസ് ചെയ്യാം, ഞാൻ ഇതിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞ് ചൂസ് ചെയ്യാം. അതിനൊരു മാക്സിമം നമ്പർ ഉണ്ടാവും, 30 to 40 ആയിരിക്കും ഒന്നിന്റെ കപ്പാസിറ്റി. അപ്പോൾ ആ ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത വോളണ്ടിയേഴ്സിന് അവർക്ക് ഇതിനകത്തേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതനുസരിച്ച് അവർക്ക് സൗകര്യമുള്ള സ്ഥലത്ത് ചൂസ് ചെയ്യാം. ആ ചൂസ് ചെയ്യുന്ന സ്ഥലത്ത് ഫസ്റ്റ് ഡേ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യും. ഫസ്റ്റ് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരോട് അന്ന് തന്നെ പറയും, നിങ്ങൾ ഈ ജില്ലയിലുള്ള ഏതെങ്കിലും ഒരു യൂണിറ്റിൽ പോയിട്ട് ഒരു ദിവസം ഹോം കെയർ കഴിഞ്ഞ് തിരിച്ചു വരണം. അപ്പോൾ അവർ ഫോമും കൊടുത്തായിരിക്കും വിടുന്നത്. അപ്പോൾ എവിടെയാണ് ഹോം കെയർ പോകുന്നത് അവിടെ ഹോം കെയർ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഫോമുമായിട്ട് അവർ തിരിച്ചു വരും. അങ്ങനെ വന്നവർക്ക് വീണ്ടും ഈ ജില്ലയിൽ അനൗൺസ് ചെയ്യും. 3rd ഡേ ട്രെയിനിങ്, അതായത് ഈ വോളണ്ടിയേഴ്സ് ട്രെയിനിങ്ങിന് 3rd ഡേ ഇന്ന സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നുണ്ടെന്നുള്ള അനൗൺസ്മെന്റ് വരുമ്പോൾ ഇവർക്ക് 3rd ഡേക്ക് ബുക്ക് ചെയ്യാം. അങ്ങനെ 3rd ഡേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർ ഈ ഹോം കെയർ പോയിട്ടുണ്ടോ എന്നുള്ളത് അവർ വെരിഫൈ ചെയ്യും. അതിനോടൊപ്പം 3rd ഡേ അവർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് ഈ പോർട്ടലിൽ നിന്ന് തന്നെ അത് അവർക്ക് നടത്തുന്ന ആൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്യും. അറ്റൻഡൻസ് മാർക്ക് ചെയ്താൽ അവർക്ക് പോർട്ടലിൽ നിന്ന് തന്നെ സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ട് പറ്റും. അതിനോടൊപ്പം തന്നെ ഗ്രിഡിലേക്കുള്ള ID അവർക്ക് ഉണ്ടാക്കി കൊടുക്കും. ഈ ID കൊണ്ട് അവർ പഞ്ചായത്തിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഫെസിലിറ്റിയിലോ ഏത് ഫെസിലിറ്റി ചെല്ലുമ്പോൾ ആ ഫെസിലിറ്റിയിലെ യൂസറായിട്ട് ഈ സർട്ടിഫിക്കറ്റും ID ഉള്ളവർക്ക് അവിടുത്തെ ഫെസിലിറ്റി യൂസറായിട്ട് ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വോളണ്ടിയേഴ്സിന് കാണുന്ന രോഗികളുടെ സൈക്കോസോഷ്യൽ സപ്പോർട്ട്, ഇപ്പോൾ നമ്മൾ പറയേണ്ടത് എല്ലാ കിടപ്പിലായ രോഗികളെയും 2 ആഴ്ചയിലൊരിക്കൽ വോളണ്ടിയേഴ്സ് കാണണം. അങ്ങനെ വോളണ്ടിയർ കാണുമ്പോൾ ഞാൻ ഇന്ന ഡേറ്റിൽ അവരെ പോയിട്ട് കണ്ടു, ആ പേഷ്യന്റ് പ്രൊഫൈൽ എടുത്തിട്ട് ഇന്ന ഡേറ്റിൽ അവിടെ പോയി കണ്ടിട്ടുണ്ട്, ഇന്നതാണ് ഇഷ്യൂസ് എന്നുള്ളൂ, ഇന്ന ആവശ്യങ്ങൾ അവർക്ക് ഉണ്ടെന്നുള്ളൂ അവർക്കും ഇതിനകത്ത് രജിസ്റ്റർ ചെയ്തിടാനായിട്ട് പറ്റും. അങ്ങനെ രജിസ്റ്റർ ചെയ്താൽ അത് അവിടുത്തെ നേഴ്സിനും മറ്റു ഡോക്ടേഴ്സിനും അവിടുത്തെ അഡ്മിൻ അത് കാണാനായിട്ട് കഴിയും. അപ്പൊ ഇങ്ങനെയാണ് വോളണ്ടിയേഴ്സിന്റെ രജിസ്ട്രേഷനും പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഒരു ജസ്റ്റ് ഇതിന്റെ ഓൺലൈനായിട്ട് ഇത് എങ്ങനെയാണ് ഉള്ളത്, ഇതിന്റെ ലൈവ് എങ്ങനെയാണെന്നുള്ളതൊന്ന് കാണിച്ചു തരാം. ഇതിന്റെ ഈ ഗ്രിഡിന്റെ മൊത്തം ഡെവലപ്മെന്റ് ഒരു 25% ഇപ്പോഴും ആയിട്ടുള്ളൂ, ഇനിയും ബാക്കി ഡെവലപ്പ് ചെയ്യാനുണ്ട്. പക്ഷെ ഇപ്പോൾ ഉള്ള ലൈവ് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു. ഇവിടെ നമുക്കറിയാം, നിങ്ങളുടെ മൊബൈലിൽ ഇപ്പോൾ ടൈപ്പ് ചെയ്തത് കിട്ടും. കേരള കെയർ എന്നുള്ള രീതിയിൽ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ ഈ ലാൻഡിംഗ് പേജിലായിരിക്കും എത്തുന്നത്. പാലിയേറ്റീവ് കെയർ ഗ്രിഡ് കമ്മ്യൂണിറ്റി മലയാളം ഈ പേജിലായിരിക്കും എത്തുന്നത്. ഇനി ഇതിനകത്ത് തന്നെ രോഗികളുടെ രജിസ്ട്രേഷൻ ഉണ്ട്, അതിപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടില്ല. രോഗികളുടെ രജിസ്ട്രേഷൻ ഈ നിലവിലുള്ള മുഴുവൻ രോഗികളെയും പ്രൈമറി നേഴ്സും MLSPയും ഗ്രിഡിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞ ശേഷം മാത്രമാണ് പബ്ലിക്കിന് ഇനി അഡീഷണൽ രോഗികൾക്ക് വരാൻ പറ്റും. അപ്പൊ അല്ലെങ്കിൽ ഉള്ള പ്രശ്നം, ഇപ്പൊ 1 ലക്ഷം ആൾക്കാർ ഇതിനകത്തേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ആ കൺഫ്യൂഷനോ നമുക്ക് കെയർ കൊടുക്കാനും കഴിയില്ല. അപ്പൊ നിലവിലുള്ള എല്ലാവരും എൻട്രി ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതുകൂടി ഓപ്പൺ ചെയ്യും. അപ്പൊ നമുക്കൊരു 3-4 മാസം കഴിയുമ്പോൾ രോഗിക്ക് പഞ്ചായത്തിൽ പോയിട്ടോ അവരോട് പറയേണ്ടതില്ല, ഗ്രിഡിൽ തന്നെ എനിക്ക് പാലിയേറ്റീവ് കെയർ ആവശ്യമുണ്ടെന്നും പറഞ്ഞ് അവർക്ക് റേസ് ചെയ്യാം. അങ്ങനെ റേസ് ചെയ്ത് അതാത് പഞ്ചായത്തിൽ അത് ഫ്ലാഗ് ചെയ്യും, അവിടുത്തെ നേഴ്സിനെ അത് കാണാം, നേഴ്സിനെ അത് വെരിഫൈ ചെയ്തിട്ട് കെയർ പ്ലാൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അതിനോടൊപ്പം ഇവർക്ക് ഏതെങ്കിലും ഒരു NGOയുടെ കെയർ ആണ് ആവശ്യമെങ്കിൽ ആ വോളണ്ടിയർക്ക് അതിനകത്ത് ഞങ്ങൾക്ക് ഇന്ന NGOയുടെ കെയർ വേണമെന്ന് പറഞ്ഞാൽ ആ NGOയ്ക്ക് അത് ഫ്ലാഗ് ചെയ്യും, അവർക്കും ആ കെയർ വന്ന് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ സന്നദ്ധ പ്രവർത്തക രജിസ്ട്രേഷൻ അവർ 2 ആഴ്ചയ്ക്കുള്ളിൽ, അതിന്റെ ട്രെയിനിങ്ങിന് ശേഷം 2 ആഴ്ചയ്ക്കുള്ളിൽ ഓപ്പൺ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്താൽ അത് സന്നദ്ധ സേന പോർട്ടലിലേക്ക് പോകും. അപ്പൊ എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ അടുത്തുള്ള കിടപ്പിലായ രോഗിക്ക് പാലിയേറ്റീവ് പരിചരണം നൽകാൻ ആഴ്ചയിൽ 1 മണിക്കൂർ ചെലവഴിക്കാൻ നിങ്ങൾക്ക് സന്നദ്ധമാണെങ്കിൽ ഇവിടെ സന്നദ്ധത അറിയിക്കാവുന്നതാണ്. അപ്പൊ അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പാലിയേറ്റീവ് കെയർ വോളണ്ടിയർ എന്ന് പറയുമ്പോൾ ഒരു സന്നദ്ധ സംഘടന നടത്താനുള്ള വോളണ്ടിയർ ആണെന്ന് കരുതരുത്. അതല്ല ഇതിലൂടെ ഡെവലപ്പ് ചെയ്യുന്നത്. ഇതിലൂടെ പാലിയേറ്റീവ് കെയർ വോളണ്ടിയർ എന്നുള്ളത് ഡെവലപ്പ് ചെയ്യുന്നത്
അവരുടെ അടുത്തുള്ള രോഗിക്ക്, ഒരു കിടപ്പിലായ രോഗിക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അവരുടെ വീട്ടിൽ ചെന്ന് കുറച്ച് സമയം അവരുടെ കൂടെ ചെലവഴിക്കണം. അതാണ് ആ ഒരു സൈക്കോ സോഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്ന വോളണ്ടിയേഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മുടെ ഇപ്പോഴത്തെ ഉള്ള ഒരു പാലിയേറ്റീവ് കെയർ യൂണിറ്റ് നടത്താനുള്ള വോളണ്ടിയേഴ്സ് അല്ല. അത് ആ സിസ്റ്റത്തിൽ അങ്ങനെ തന്നെ പോകും. ഇത് രോഗികൾക്ക് കെയർ കൊടുക്കാൻ കഴിയുന്ന വോളണ്ടിയേഴ്സ് ആണ് ഈ സിസ്റ്റത്തിൽ പറയുന്നത്. അങ്ങനെ വന്നാൽ അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ജില്ലയും കാര്യം പഞ്ചായത്തും ഒക്കെ അതിനകത്ത് പറയാനായിട്ട് പറ്റും. അവർക്ക് രജിസ്ട്രേഷൻ ഇങ്ങനെ കൊടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പഞ്ചായത്തിൽ അത് കിട്ടും. സന്നദ്ധ സേന പോർട്ടലിൽ തന്നെ അവർക്കത് കിട്ടും. അതനുസരിച്ച് പിന്നെ ട്രെയിനിങ് കൊടുക്കും. ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഗ്രിഡിലേക്ക് അവർക്ക് യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുക്കും. ഇനി ഏതാ ഇല്ല, ഇങ്ങനെയൊന്നുമില്ല. കേരളത്തിലെ എവിടെ നിന്ന് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാം. ചെയ്താൽ അതാത് പഞ്ചായത്തിലായിരിക്കും ഇത് ഫ്ലാഗ് ചെയ്യുന്നത്. ആ പഞ്ചായത്തോ ആ ജില്ലയോ ഓർഗനൈസ് ചെയ്യുന്ന ട്രെയിനിങ്ങിൽ അവർക്ക് പങ്കെടുത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പറ്റും. സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ അതാത് പഞ്ചായത്തിലാണ് അവർക്ക് ഗ്രിഡ് എൻട്രി കൊടുക്കുന്നത്. അത് അവിടുത്തെ ഒരു NGOയുടെ ഫെസിലിറ്റിയിലേക്കാണ് അവർക്ക് താല്പര്യമെങ്കിൽ അതിലേക്ക് അവർക്ക് ലിങ്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. പക്ഷെ മെയിൻ വർക്ക് എന്ന് പറയുന്നത് ഒരു പേഷ്യന്റിനെ അടുത്ത് പോയി കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള വർക്കും ഇത് ഗ്രിഡിലൂടെ ആയതുകൊണ്ടും മുമ്പ് ട്രെയിനിങ് കഴിഞ്ഞ വോളണ്ടിയേഴ്സ് വീണ്ടും ട്രെയിനിങ് എടുക്കാൻ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അല്ലാതെ നമുക്ക് നേരത്തെ ട്രെയിനിങ് കഴിഞ്ഞ വോളണ്ടിയേഴ്സിന് നേരിട്ട്, കാര്യം ഈ സിസ്റ്റം എന്താണെന്നോ അറിയില്ല, ഇതിന്റെ രീതി എന്താണെന്നോ അറിയാത്തതുകൊണ്ട് ഇതിന്റെ ഒരു ഔദ്യോഗിക ട്രെയിനിങ് കൊടുത്തിട്ട് തന്നെ ഗ്രിഡിലേക്ക് പുതിയ എൻട്രി കൊടുക്കാന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരെയും നമ്മൾ ഫ്രഷ് ആയിട്ട് ഒന്നുകൂടി ട്രെയിൻ ചെയ്യും. ഒരു റിഫ്രഷർ ട്രെയിനിങ് കൊടുത്തിട്ട് വേണം ഗ്രിഡിലേക്ക് കൊണ്ടുവരാനായിട്ട്. അടുത്ത് സന്നദ്ധ സംഘടനകളുടെ രജിസ്ട്രേഷൻ ആണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താല്പര്യമുള്ള സന്നദ്ധ സംഘടനകൾ ഗ്രിഡിൽ കയറി ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുള്ളത് വന്നാൽ അത് സന്നദ്ധ സേന പോർട്ടലിൽ പോയിട്ട് അവരുടെ ഓർഗനൈസേഷൻ നെയിം, ഓഫീസ് അഡ്രസ്സ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് അതിനകത്ത് കൊടുക്കാനുണ്ട്. ഇൻകം ടാക്സ് രജിസ്ട്രേഷൻ അതോ അടക്കം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇല്ലാന്ന് മാർക്ക് ചെയ്താൽ മതി. ഉള്ളവർക്ക് അത് ഇത് മാർക്ക് ചെയ്യാം. ലൊക്കേഷൻ, അവർ കൊടുക്കുന്ന സർവീസസ് ഇപ്പോൾ വോളണ്ടിയർ ഹോം വിസിറ്റ് ഉണ്ട്, സൈക്കോ സോഷ്യൽ ഹോം വിസിറ്റ് ഉണ്ട്, കംഫോർട്ട് ഡിവൈസസ്, ഫിനാൻഷ്യൽ ഹെൽപ്പ്, ഫുഡ് സപ്പോർട്ട്, മെറ്റീരിയൽ സപ്പോർട്ട്, മെഡിസിൻ സപ്പോർട്ട്, കമ്മ്യൂണിറ്റി നേഴ്സ് ഹോം കെയർ, നേഴ്സസ് ഹോം കെയർ, ഡോക്ടേഴ്സ് ഹോം കെയർ, OP സർവീസ്, IP സർവീസ്, ടെലി ഹെൽത്ത്, ഓറൽ മോർഫിൻ, ആർമി, ഇതെല്ലാം ഉണ്ട്. ഇതിൽ ഏതാക്കിയ ഉള്ളത് അവർക്കത് ടിക്ക് ചെയ്യാം. അത് ആഡ് ചെയ്ത് അവർക്ക് ഇടാം. അങ്ങനെ ആഡ് ചെയ്തിട്ട് അവരുടെ ബാക്കിയുള്ള കാര്യം. അപ്പൊ ഇതിനകത്ത് ഈ ക്ലിനിക്കൽ സർവീസ് അല്ലാത്ത കാര്യങ്ങൾ അത് മാത്രം ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അതാണെങ്കിൽ അവർക്ക് പഞ്ചായത്തിന്റെ മാത്രം മതി, ആദ്യത്തെ രജിസ്ട്രേഷൻ സിസ്റ്റം മാത്രം മതി. പക്ഷെ ക്ലിനിക്കൽ സർവീസ് ചെയ്യുന്നതാണെങ്കിൽ അവർക്ക് പഞ്ചായത്ത് സൈക്കോ സോഷ്യൽ സപ്പോർട്ടിന് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർക്ക് ലോഗിൻ ID കൊടുക്കുള്ളൂ. പക്ഷെ ക്ലിനിക്കൽ സർവീസ് കൊടുക്കുന്നതിനുള്ള ലോഗിൻ ID ജില്ലാ ഹെൽത്തിൽ നിന്നായിരിക്കും അവർക്ക് കൊടുക്കുന്നത്. അത് അവിടുത്തെ ചാർജ് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് പരിശോധിച്ചിട്ടായിരിക്കും കൊടുക്കുന്നത്. ആ ചാർജ് മെഡിക്കൽ ഓഫീസറാണ് അല്ലെങ്കിൽ ചാർജ് നേഴ്സാണ് മറ്റ് ആ NGOയിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിനും നേഴ്സസിനൊക്കെ യൂസറായിട്ട് ആഡ് ചെയ്യുകയും രോഗികൾക്ക് എൻട്രി ചെയ്യാനുള്ള ഇത്. അപ്പോൾ ആ ചാർജ് മെഡിക്കൽ ഓഫീസറും നേഴ്സും ആയിരിക്കും അവിടുത്തെ ഗ്രിഡിന്റെ കാര്യത്തിന്റെ ഓവറോൾ കാര്യങ്ങൾ നോക്കി അത് വൃത്തിയായിട്ട് നടക്കണം എന്നുള്ളത് ഉറപ്പാക്കേണ്ടത്. രജിസ്റ്റർ എല്ലാ സന്നദ്ധ സംഘടനകൾക്കും. കാര്യം നിലവിലുള്ള സന്നദ്ധ സംഘടനകൾക്ക് ഗവൺമെന്റ് രജിസ്ട്രേഷൻ ഒന്നും നിലവിൽ ആരും കൊടുത്തിട്ടൊന്നുമില്ല. ആകെ ഉള്ളത് നമ്മുടെ സൊസൈറ്റി ആക്ടോ നമ്മുടെ കമ്പനി ആക്ടോ അല്ലെങ്കിൽ ട്രസ്റ്റോ ഏതെങ്കിലും രീതിയിലായിരിക്കും അതിന്റെ രജിസ്ട്രേഷൻ പോയിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഗ്രിഡിൽ എൻട്രി ചെയ്യണമെങ്കിൽ അവർ രജിസ്ട്രേഷൻ എടുക്കണം, ഗ്രിഡിൽ രജിസ്ട്രേഷൻ എടുക്കണമല്ലോ. പക്ഷെ അത് ഇപ്പൊ ആർക്കും നിർബന്ധമൊന്നും ആക്കിയിട്ടൊന്നുമില്ല, താല്പര്യമുള്ളവർ രജിസ്റ്റർ ചെയ്യാന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഭാവിയിലേക്ക് വരുമ്പോൾ ഇതെല്ലാം ഒറ്റ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഈ കെയർ ചെയ്യുന്ന, അപ്പൊ ഇതിനകത്ത് രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അതൊരു ഒഫീഷ്യൽ ഇത് തന്നെയാണല്ലോ. കാര്യം ഞങ്ങൾ ഒറ്റ പ്ലാറ്റ്ഫോമിലേക്കാണ് ഞങ്ങളുടെ ഡേറ്റ എൻട്രി ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഫംഗ്ഷനിങ്ങിന് ഒരു പ്രത്യേക അനുവാദമൊന്നും വേണ്ട. ഞങ്ങൾക്ക് ഈ പാലിയേറ്റീവ് കെയർ ഗ്രിഡിൽ ആണ് ഞങ്ങൾ ഡേറ്റ എൻട്രി ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു അംഗീകാരം തന്നെയാണ് കിട്ടുന്നത്. ഒരൊറ്റ സിസ്റ്റത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ പിന്നെ അതിനകത്ത് വേറെ പിന്നെ പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങളൊന്നും ആവശ്യമായിട്ട് വരുന്നില്ല. അല്ല അല്ല നിലവിലൊന്നും വെച്ചിട്ടില്ല.
നിലവിൽ ഇതൊന്നും വെച്ചിട്ടില്ല. പക്ഷെ ഭാവിയിൽ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ഒന്ന് പേഷ്യൻ്റെ ഭാഗത്ത് നിന്ന് നിർബന്ധം വരും. കാര്യം ആ NGO ചെയ്യുന്നത് എന്തെന്നുള്ളത് ഇങ്ങനെ ഇതിൽ എൻ്റർ ചെയ്യാത്ത ഒരു ഇതാണ്. അവർ ചെയ്യുന്നത് എന്താണെന്നുള്ളത് ഈ പേഷ്യൻ്റ് വേറെ സ്ഥലത്ത് ചെല്ലുമല്ലോ, അവിടെ ചെല്ലുമ്പോൾ കാണണമെങ്കിൽ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ പേഷ്യൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ഈ ഡിമാൻഡ് ഭാവിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യം വരും എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിചാരിച്ചത്. ഗവൺമെന്റ് ചെയ്യേണ്ടവരും ആരാണോ പേഷ്യന്റിനെ കെയർ ചെയ്യുന്നത് അവരൊക്കെ ഈ സിസ്റ്റത്തിന്റെ ഭാഗമാക്കി വരേണ്ടതായിട്ട് എത്തും. ആദ്യം പ്രവീൺ, ഇതിലെ ഈ സന്നദ്ധ പ്രവർത്തകരുടെ പരിശീലനം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസന്റേഷനിൽ പറഞ്ഞത് 1,00,000-ലധികം ആളുകൾക്ക് നമ്മൾ വളണ്ടിയർ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൃത്യമല്ല. അപ്പോൾ അത് നമ്മൾ പൊതുവെ നിലവിലുള്ള പാലിയേറ്റീവ് കെയറിലെ വളണ്ടിയർ ട്രെയിനിങ് 16 മണിക്കൂർ പരിശീലനം എന്നുള്ള എനിക്ക് ഘട്ടം ഘട്ടമായി കൊടുത്തൊരു സാധനമാണ്. പക്ഷേ ഈ ലെവലിലേക്ക് ഈ കാര്യം വരുന്ന സമയത്ത് ഇത് നേരിട്ടുള്ള രോഗിക്കടുത്തുള്ള നൈബർ ആയിട്ടുള്ള ഒരു വളണ്ടിയർ അല്ലെങ്കിൽ അയാൾക്ക് പോയി കാണാൻ പറ്റുന്ന മേഖലയിലുള്ള ഒരു പേഷ്യൻറ്റിനാണല്ലോ അയാൾക്ക് ലിങ്ക് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഒരു വാർഡിൽ തന്നെ ഒരു 10 മുതൽ 30 വരെ ആളുകളൊക്കെ ഹോം ബൗണ്ട് അല്ലെങ്കിൽ ബെഡ് ബൗണ്ട്, കേരളത്തിലിപ്പോൾ നിലവിലുള്ള ഒരു കണക്കൊക്കെ എങ്ങനെയാണല്ലോ വരുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് വളണ്ടിയർമാരെ പരിശീലിപ്പിക്കുമ്പം ഈ പരിശീലന പരിപാടി ഇതേവരെ നടത്തിയൊരു പരിശീലന പരിപാടി ആവില്ല വേണ്ടി വരും. കാരണം നേരിട്ടുള്ള രോഗി പരിചരണ കാര്യങ്ങളിലും ഇടപെടുന്ന കാര്യങ്ങളിലുമായിരിക്കും അയാൾക്ക് കൂടുതൽ അറിവുണ്ടാവേണ്ടി വരുന്നത്. പാലിയേറ്റീവ് കെയർ എങ്ങനെയാണ്, അതിൻ്റെ സാമൂഹ്യ സംഘാടന എങ്ങനെ, അത്തരം സാധനങ്ങൾക്കപ്പുറത്ത് ഈ ഹോം ബൗണ്ടോ ബെഡ് ബൗണ്ടോ ആയിട്ടുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ, അയാൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനും പരിചരിക്കാനുള്ള എന്തൊക്കെ സംവിധാനങ്ങൾ നാട്ടിലുണ്ട്, അതുമായിട്ട് എങ്ങനെ ലിങ്ക് ചെയ്യാം, ഓരോ സമയത്തും അതുമായിട്ട് ഇടപെടേണ്ടത് എന്താണ്, ഇയാൾക്കും കുടുംബത്തിനും ആവശ്യമുള്ള മറ്റ് സന്നദ്ധ സാമൂഹ്യ സർക്കാരേതര സഹായങ്ങൾ പലതും പല സമയത്ത്, പ്രത്യേകിച്ചും ഈ രാത്രി കാലങ്ങളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ ഡേ ടൈം പാലിയേറ്റീവ് കെയർ അല്ലേ നിലവിലുള്ളൂ കേരളത്തിൽ. നൈറ്റ് പാലിയേറ്റീവ് കെയർ കുറച്ച് സ്ഥലത്ത് മാത്രമല്ലേ 24/7 ഒക്കെ നടക്കുന്നുള്ളൂ. അപ്പോൾ രാത്രി കാലങ്ങളിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ എന്ത് ഇടപെടൽ നടത്തണം, കുറേയും കൂടി ഈ പേഷ്യൻറ്റിൻ്റെ ഭയങ്കര ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പരിശീലന പരിപാടി അതിൽ വേണ്ടി വരാൻ സാധ്യതയില്ലേ? അല്ല, ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിപ്പം ഈ സാധനങ്ങളൊക്കെ ട്രെയിനിങ് പ്രോഗ്രാം എങ്ങനെയായിരിക്കണം എന്ന് ഇതുവരെയായിട്ട് ഫൈനലൈസ് ചെയ്തിട്ടില്ല. അത് NGOs അടക്കം ചർച്ച ചെയ്തിട്ടായിരിക്കും ട്രെയിനിങ് പ്രോഗ്രാം ഏത് രീതിയിൽ കൊടുക്കണം, എന്തൊക്കെയായിരിക്കും അതിൻ്റെ സബ്ജക്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് പ്രധാനമായിട്ടും വേണ്ടത് തങ്ങളുടെ അടുത്തുള്ള രോഗിയുടെ അടുത്ത് പോയി സമയം ചെലവഴിക്കാനുള്ള ഒരു മോട്ടിവേഷൻ, അവിടെ ഇരിക്കണം എന്ന് അത് എന്തുകൊണ്ട് അങ്ങനെ ഇരിക്കണം, അതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ള വോളണ്ടിയർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അവരെ ആ രോഗിനെ വീട്ടുകാരെയും കേൾക്കാൻ പറ്റണം. അവരുടെ രീതികളും ബുദ്ധിമുട്ടുകളും ഒക്കെ മനസ്സിലാക്കാൻ കഴിയണം. മനസ്സിലാക്കിയ ബുദ്ധിമുട്ടുകൾ അവൈലബിൾ സർവീസുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റണം. ഇത്രയും കഴിവാണ് ഈ വോളണ്ടിയർക്ക് വേണ്ടത്. ഇത് ഡെവലപ്പ് ചെയ്യുന്നതിന് ഏത് രീതിയിൽ പരിശീലനം കൊടുക്കാം, എന്തൊക്കെ നമ്മൾ തിയറി ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ടി വരും, എന്തൊക്കെ അവർക്ക് ഹാൻഡ്സ് ഓൺ ആയിട്ട് കാണിച്ചു കൊടുക്കേണ്ടി വരും, വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു ദിവസം എന്തായാലും വീടുകളിൽ ഹോം കെയർ കാണിക്കുന്നുണ്ട്, അതിനെങ്ങനെ അവരെ കാര്യങ്ങൾ എന്തൊക്കെ അവർ പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും, അത് കഴിഞ്ഞ് അവരുടെ ഫീഡ്ബാക്ക് എങ്ങനെ ഡിസ്കസ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ വെച്ചുകൊണ്ടുള്ളൊരു നല്ലൊരു ട്രെയിനിങ് പ്രോഗ്രാം ഇതിന് ഫിക്സ് ചെയ്യണം. അത് വെച്ചിട്ട് വേണം നടത്തുവാൻ. അത് നമ്മൾ പറഞ്ഞ പോലെ ഇതിപ്പോൾ കുറേയധികം വോളണ്ടിയേഴ്സ് രജിസ്റ്റർ ചെയ്തെന്ന് വെച്ചോ, എല്ലാവരെയും പരിശീലിപ്പിക്കണം. അപ്പോൾ ആ പരിശീലനം ചുരുങ്ങിയ കാലയളവിൽ നമുക്ക് കൊടുക്കേണ്ടതായിട്ടും വരും. അതുകൊണ്ട് എല്ലാ യൂണിറ്റുകളും ആ പരിശീലനത്തിന് കൂടി തയ്യാറായാലാണ് അപ്പം ഈ രീതിയിൽ തന്നെ ഉള്ള ഈ കൃത്യമായിട്ട് കൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള പരിശീലനത്തിന് എല്ലാ പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളും തയ്യാറാകേണ്ടതായിട്ട് വരും. എന്നാലേ നമുക്ക് ഇത്രയധികം വോളണ്ടിയേഴ്സിനൊക്കെ അങ്ങനെ രജിസ്ട്രേഷൻ വരികയാണെങ്കിൽ, കാര്യം ഇപ്പോൾ കോളേജിലെ സ്റ്റുഡൻസിനോട് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പറയും, സന്നദ്ധ പ്രവർത്തകരോട് രജിസ്റ്റർ ചെയ്യാൻ പറയും, പല രീതിയിലുള്ള ക്യാമ്പയിൻ ഇതിന്റെ ഭാഗമായിട്ട് വരാം. അപ്പോൾ അങ്ങനെ വരുന്നവരെ രജിസ്റ്റർ ചെയ്യുന്നവരെ മുഴുവൻ നമുക്ക് ഒരു ബേസിക് പരിശീലനം കൊടുത്ത് രോഗികളുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം വലുതാണ്. എല്ലാം ഒരു കുടക്കീഴിൽ വരുന്നതൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ സ്റ്റേജിൽ എന്താണെന്ന് ശരിക്കും കൃത്യമായിട്ട് അറിയില്ല. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഡോക്ടർമാരുടെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഞങ്ങളെ എങ്ങനെയായിരിക്കും ഈ ഗ്രിഡിൽപ്പെടുത്തുക എന്നുള്ളതാണ്. ക്ലിനിക്കലി രോഗികളെ കാണുകയും രോഗിയുടെ കാര്യങ്ങൾ ഒക്കെ ചെയ്യണമെങ്കിൽ അതെങ്ങനെയായിരിക്കും എന്നത്.
ഇപ്പം സന്നദ്ധ സംഘടനയുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു, ഒരു ചീഫ് ഡോക്ടറെ എൻ്റർ ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ, ഒരു ചീഫ് ഡോക്ടർ ഉണ്ടാവും. അവരായിരിക്കും, ആ ചീഫ് ഡോക്ടറുടെ ഉത്തരവാദിത്തമാണ് അവിടെ ക്ലിനിക്കൽ സർവീസ് കൊടുക്കുന്ന മറ്റു ഡോക്ടറെ നേഴ്സിനും ഒക്കെ ഐ ഡി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. എന്തിനാ ഐ ഡി ഉണ്ടാക്കി കൊടുക്കുന്നത്? അവർ കാണുന്ന രോഗികളുടെ വിവരം ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്ക് ഇതിനകത്ത് ഇപ്പൊ ഒരു ഈ ഗ്രിഡ് എന്ന് പറയുന്നത് ബേസിക്കലി പ്രധാന ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പം ഗ്രിഡിന്റെ ബാക്ക് ബോൺ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു സോഫ്റ്റ്വെയർ ആണ്, കെയർ. സോ ഇത് ഫുള്ളി മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. എല്ലാവരുടെ കയ്യിലുള്ള ബേസിക് ഫോൺസിൽ ഒരു ബേസിക് ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫോണാണ്. സോ ഇതിന്റെ ആക്സസ് കൺട്രോൾ എല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതായത് ഡോക്ടർ നേഴ്സിന് ഐ ഡി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയും കാര്യങ്ങളൊക്കെ. ഞാനിപ്പം ഒരു നേഴ്സിന് ഐ ഡി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ലോഗിൻ ചെയ്ത് ഒരു പേഷ്യന്റിനെ കണ്ട് കേസ് ഷീറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. സോ ഒരു ഐ ഡി പാസ്വേഡ് കിട്ടിയതിന് ശേഷം ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു സ്ക്രീനിലെത്തും. ഇവിടെ അവർ വർക്ക് ചെയ്യുന്ന PHC CHC ഏതാണോ ഫെസിലിറ്റി ഇവിടെ ലിങ്ക്ഡ് ആയിരിക്കും. അതിന്റെ പേര് അവിടെ കാണാൻ സാധിക്കും. NGO ആണോ ഏതാണോ ഒരു വർക്ക് ചെയ്യുന്ന ഫെസിലിറ്റി അതവിടെ കാണും. സോ മൊബൈലിൽ ഞാനിപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത് മൊബൈലിൽ എങ്ങനെയാണ് കാണുന്നതെന്ന് അറിയാൻ വേണ്ടി, കാരണം എല്ലാവരും ഇത് മൊബൈലിലായിരിക്കും കൂടുതൽ ഉപയോഗിക്കാൻ പോകുന്നത്. സോ നമ്മൾ ആ ഫെസിലിറ്റി സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ വളരെ സിമ്പിളായിട്ട് ലെഫ്റ്റ് സൈഡിൽ സെർച്ച് പേഷ്യൻ്റ് എന്നൊരു ഓപ്ഷനുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യന്റിന്റെ ഒരു മൊബൈൽ നമ്പർ, സോ നമ്മൾ പേഷ്യന്റിന്റെ മൊബൈൽ നമ്പർ ആണ് ബേസിക് ഐഡന്റിഫയർ ആയിട്ട് കീപ്പ് ചെയ്യുന്നത്. സോ അതിവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പം എക്സാമ്പിൾ കാണിച്ചു തരാം. സോ പേഷ്യന്റിന്റെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്താൽ പേഷ്യന്റിന്റെ പേര് ഇവിടെ കാണാം. അപ്പം നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും ഈ മൊബൈൽ നമ്പർ ഈ പേഷ്യന്റ് തന്നെയാണ്. സോ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു നെക്സ്റ്റ് ലെവൽ വെരിഫിക്കേഷൻ ആയിട്ട് പേഷ്യന്റ് ഇയർ ഓഫ് ബർത്തും കൂടെ നമ്മൾ വെക്കുന്നുണ്ട്. അപ്പം 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വെക്കുന്നത്. 1 മൊബൈൽ നമ്പർ, 2 പേഷ്യന്റിന്റെ പേര്, 3 ഇയർ ഓഫ് ബർത്ത്. ഇയർ ഓഫ് ബർത്ത് കൊടുത്ത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേഷ്യന്റ് പ്രൊഫൈൽ ആക്സസ് കിട്ടും. സോ ഓരോ തവണ പേഷ്യന്റിനെ വിസിറ്റ് ചെയ്യുന്നതും നമ്മുടെ സിസ്റ്റത്തിൽ ഓരോ എൻകൗണ്ടർ എന്നാണ് വിളിക്കുന്നത്. ഇതിനൊന്നും പറയാനുള്ള, അപ്പം എല്ലാ പേഷ്യന്റിനും നമ്മൾ വേറെ ഐഡിയ ഒന്നുമില്ല. അവരുടെ ഇതിനകത്ത് കൊടുക്കുന്ന ഫോൺ നമ്പർ എന്താണെന്നുള്ള അവർ ഓർത്ത് വെക്കണം. അവർ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ഇയർ ഓഫ് ബർത്ത്, അവർ ജനിച്ച ദിവസം പൊടിച്ച് നോക്കിയത് ഏത് വർഷമാണ് ജനിച്ചത്. ഇപ്പോൾ 1976 ജനിച്ചതാണ്, അല്ലെങ്കിൽ 1956 ജനിച്ചത്, ആ രണ്ടും അവർ ഓർത്ത് വെച്ചാൽ മതി. അത് ഓർത്തിട്ടുണ്ടെങ്കിൽ അവർ എവിടെ പോയാലും ഇതിനകത്ത്, ഇപ്പം ഇവിടുത്തെ ഒരു പേഷ്യന്റ് തിരുവനന്തപുരത്ത് പോയാലും അല്ലെ, തിരുവനന്തപുരത്ത് ചെന്നിട്ടും ഈ 2 കാര്യവും പറഞ്ഞാൽ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് തിരുവനന്തപുരത്ത് കിട്ടും. ഇവർ 2 കാര്യവും ആ കാണുന്ന യൂണിറ്റിലെ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കണം. അവരത് അടിച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് ഓൾറെഡി രജിസ്റ്റേർഡ് ആണെങ്കിൽ ആ രജിസ്റ്റേർഡ് ആണെന്നുള്ളത് അതിന്റെ അവിടെ ചെയ്ത ഡീറ്റെയിൽസ് അവിടെ അവർക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. മെനി ടൈംസ് ഈ ബെഡ് ബൗണ്ട് പേഷ്യൻസിന് അവരുടെ ഓൺ നമ്പർ കാണാറില്ലല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോ എങ്ങനെയാണ്? ഇപ്പൊ ഒരു അല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്, അവര് ഒരു സ്ഥലത്തെ ഗ്രിഡിൽ എൻ്റർ ചെയ്തപ്പോൾ നമ്പർ കൊടുത്തിട്ടുണ്ടാവുമല്ലോ, അത് അല്പം റിലേറ്റീവ് നമ്പർ ആയിരിക്കും. ആ നമ്പറും അവരുടെ ഇയർ ഓഫ് ബർത്ത് വരെ ഓർത്ത് വെച്ചാൽ മതി. അതിന്റെ മറ്റൊരു കാര്യം, യൂഷ്വലി നമുക്ക് എവിടെ ഹോസ്പിറ്റലിൽ ചെന്നാലും ഒരു ID തരും. ID ആണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ഈ ID മറക്കാനാണ് ഏറ്റവും ചാൻസ് കൂടുതൽ. ഉള്ളതിൽ ഏറ്റവും ഓർത്ത് വെക്കാൻ എളുപ്പമുള്ള സാധനങ്ങളാണ് ഫോൺ നമ്പറും ജന്മവർഷവും പേരും. ID ആണ് യൂഷ്വലി എല്ലായിടത്തും ഒരു ഐഡന്റിഫയർ എടുക്കുന്നത്. ID ആണ് എപ്പോഴും എല്ലാവർക്കും കാണാണ്ട് പോകുന്നത്. നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ പോയാലും നമ്മൾ MRD കളഞ്ഞു പോയി ഫോൺ നമ്പർ കൊടുത്തിട്ടാണ് നമ്മൾ ID റിട്രീവ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ID ഇല്ല. അതുകൊണ്ടാണ് ഏറ്റവും സിമ്പിളായിട്ട് എല്ലാ മനുഷ്യർക്കും ഏറ്റവും എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന 3 കാര്യങ്ങളാണ് ഫോൺ നമ്പർ, പേര്, ഏതാണ് വർഷം എന്നുള്ളത്. അപ്പൊ അത് മാത്രം എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനം. എൻകൗണ്ടർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒറ്റൊരു കാര്യം, അതായത് നമ്മൾ ഇത് കാണേണ്ടത് ഈ ഒരു സോഫ്റ്റ്വെയർ HL7 സ്റ്റാൻഡേർഡ്സ് പറഞ്ഞാൽ US-ലെ ഇപ്പൊ ലോകത്തിലെ തന്നെ ഏറ്റവും ഒരു EMR സ്റ്റാൻഡേർഡ് ഏതാണോ ആ സ്റ്റാൻഡേർഡിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ സ്റ്റാൻഡേർഡ് പ്രകാരം ഈ ഒരു 2 മനുഷ്യർ തമ്മിൽ കൂട്ടിമുട്ടുന്നു. അതാണ് ഇതിന്റെ അടിസ്ഥാനം. അതായത് ഒരു ആരോഗ്യ സംവിധാനവും ആരോഗ്യം വേണ്ട ആളും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ആരോഗ്യം കൊടുക്കുന്ന എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ആ കൂട്ടിമുട്ടുന്ന ഇതിനെയാണ് എൻകൗണ്ടർ എന്നവര് വിളിക്കുന്നത്. ലോകത്ത് എല്ലായിടത്തും ഇങ്ങനെ ആയതുകൊണ്ടാണ് കാര്യം. അതൊരു വേൾഡ് സ്റ്റാൻഡേർഡ് അതാണ്. ഇപ്പൊ നമ്മുടെ സോഫ്റ്റ്വെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് M1 M2 M3 കംപ്ലൈൻസ് എന്ന് പറയും. അപ്പോ വേറൊരു ഇപ്പൊ ഈഗൽത്തുമായിട്ടോ ഭാവിയിലുള്ള നാഷണലുമായിട്ടോ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കുന്ന സോഫ്റ്റ്വെയറുമായിട്ട് ഇത് ലിങ്ക് ചെയ്യണം. അങ്ങനെ ലിങ്ക് ചെയ്യേണ്ട വന്നാൽ ലിങ്ക് ചെയ്യണം. അങ്ങനെ ലിങ്ക് ചെയ്യണമെങ്കിൽ ആ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ തന്നെ ഇത് ഉണ്ടാക്കണം. അതുകൊണ്ടാണ് നമ്മുടേതായിട്ടുള്ള പേര് അതിനകത്ത് ഇടാൻ പറ്റാവുന്നത്. അല്ല, വേറെ വേർഡ് കണ്ടുപിടിക്കുമ്പോൾ മൊത്തത്തിൽ മാറണം. നമ്മുടെ സോഫ്റ്റ്വെയറിൽ മാത്രം മാറിയാൽ പോരാ.
അത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിൽ അങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്. ആ എൻകൗണ്ടർ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലെവലിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു രോഗിയുടെ കൺസൾട്ടേഷനുള്ള ഒരു വാക്കാണ് സോഫ്റ്റ്വെയർ ലാംഗ്വേജിൽ. അത് മൊത്തം മാറും. നമ്മൾ മാത്രം ഇതിനകത്ത് വേറെ സാധനം ഇട്ടാൽ ഭാവിയിൽ അതുമായിട്ട് ഇത് കംപ്ലൈന്റ് അല്ലാതെ വരും. അതാണ് ഇഷ്യൂ. ഇതേ ചർച്ച നമ്മുടെ നേഴ്സസുമായിട്ട് ഇപ്പോൾ ഭയങ്കര പ്രശ്നമായതാണ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയറിന്റെ കുറച്ച് കാര്യങ്ങളാണ് എന്നുള്ളതാണ്. സോ ഇതില് ഈ പറഞ്ഞ പോലെ നമ്മുടെ സോഫ്റ്റ്വെയറിലുള്ള എല്ലാ ടേംസും എല്ലാ കാര്യങ്ങളും ഫുള്ളി HL7 സ്റ്റാൻഡേർഡുമായിട്ട് മീറ്റ് ചെയ്തിട്ടേക്കുന്നതാണ്. അതുകൊണ്ടാണ് ചെറിയ കാര്യങ്ങൾ നമുക്ക് മറ്റേ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഇടാൻ ബുദ്ധിമുട്ടുള്ളത്. ഇപ്പം ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം എൻകൗണ്ടറിന് തന്നെ ഇപ്പം അതായത് മതചരം പറഞ്ഞു, 2 പേഷ്യന്റ്, അതിൽ ഡോക്ടർ പറഞ്ഞു 2 പേഷ്യന്റ് അല്ലെങ്കിൽ പേഷ്യന്റും ഹെൽത്ത് കെയർ പ്രൊവൈഡറും തമ്മിലുള്ള ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഇന്ററാക്ഷനെയാണ് എൻകൗണ്ടർ എന്ന് വിളിക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു ക്രിയേറ്റ് എൻകൗണ്ടർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ എൻകൗണ്ടർ തന്നെ പലതരമുണ്ട്. അതായത് വീട്ടിൽ പോകാൻ ചെയ്യുന്നതാണെങ്കിൽ ഹോം ഹെൽത്ത്, ഓവർ ഫോൺ, ടെലിമെഡിസിൻ ആണെങ്കിൽ വെർച്വൽ. സോ ഇതും എല്ലാം ഫുള്ളി സ്റ്റാൻഡേർഡ്സിന്റെ ബേസിൽ നമ്മൾ എല്ലാ ടേംസും എല്ലാ കാര്യങ്ങളും കെയറിൽ വെച്ചിരിക്കുന്നത്. സോ ഇപ്പം ഒരു നഴ്സ് വീട്ടിൽ പോകുന്ന ഒരു കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഹോം ഹെൽത്ത് ആണ്. അവർ ജസ്റ്റ് ഇവിടെ അവരെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെന്റ് ഓൾറെഡി നമ്മൾ ആദ്യം കണ്ടു. പ്രൈമറി ആണ് ഇപ്പോൾ ചെയ്യുന്നത്, ഇങ്ങോട്ട് പോകുമ്പോൾ സെക്കൻഡറി കാണും, ജാക്ക് കാണും. സോ മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ടായിരിക്കും ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ജസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്ത് ക്രിയേറ്റ് എൻകൗണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേഷ്യന്റ് കേസ് ഫയൽ പോലെ പേഷ്യന്റെ പേര്, ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ടുള്ള ഒരു കേസ് ഫയൽ ഇവിടെ ഓപ്പൺ ആയി. ഇനി ആകെ ഇവർ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം വിസിറ്റിന്റെ സമയത്ത് ഒരു ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഈ കേസ് ഫയലിനകത്ത് ഒരുപാട് എഴുതി പോയതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് സമയം എടുക്കുന്ന ഒരു കാര്യമാണ്. സോ അത് വളരെ സിമ്പിൾ ആക്കി കൂടുതൽ ഓപ്ഷൻസ് മാത്രമുള്ള ഒരു ഫോമാണ് നമ്മൾ ഇതിനകത്ത്. ഇത് എല്ലാം ഓരോ ഫോം ആയിട്ടാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി നേഴ്സ് വീട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റി നേഴ്സ് ഹോം കെയർ ഫോം, ഈ ഒരു ബേസിക് ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവരുടെ കെയർ കൊടുക്കുന്നത്. ഡീറ്റെയിൽസ് ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഒരുപാട് എഴുതേണ്ട, കൂടുതൽ ഓപ്ഷൻസ് ആണ്. ഞാനിപ്പം ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടീം എന്ന് പറയുന്നത് ആരൊക്കെയാണ് പേഷ്യന്റെ വീട്ടിൽ പോയത്. ഇപ്പം ഡോക്ടർ, ഏത് ലെവലിൽ വേണം നമുക്ക് ഡീറ്റെയിൽസ് എഴുതാം, നേഴ്സ് അവരുടെ പേര് കാര്യങ്ങൾ എഴുതാം. താഴെ വന്നു കഴിഞ്ഞാൽ ഈ പേഷ്യന്റിനെ കണ്ടത് എത്ര നേരം എടുത്തു, ഈ ഒരു പേഷ്യന്റിനെ കണ്ട് പേഷ്യന്റ് കെയർ കൊടുക്കാൻ എത്ര നേരം എടുത്തു. അതിനുശേഷം വന്ന പേഷ്യന്റെ മൊബിലിറ്റി. നമ്മൾ ആദ്യം ഇത് പറഞ്ഞു, ബെഡ് ബൗണ്ട് ആണോ. ബെഡ് ബൗണ്ടിൽ തന്നെ പല കാറ്റഗറി ഉണ്ട്. ബെഡ് ബൗണ്ട് എന്ന് പറഞ്ഞാൽ കട്ടിലെന്ന് തിരിയാൻ പറ്റാത്ത, അതായത് കിടന്നാൽ തിരിയാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആ ഇത് മാർക്ക് ചെയ്യണം. അതുപോലെ തന്നെ തിരിഞ്ഞു കിടക്കാൻ പറ്റുന്നതുണ്ടെങ്കിൽ അതിൽ മാർക്ക് ചെയ്യണം. തന്നെ എഴുന്നേറ്റിരിക്കാൻ പറഞ്ഞാൽ ആ അതിലായിരിക്കും മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ തന്നെ അപ്പോൾ കൃത്യമായിട്ട് ഓരോ പഞ്ചായത്ത് ലെവലിലും ഡിസ്ട്രിക്ട് ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഈ ഓരോ ലെവലിലും കെയർ ആവശ്യമുള്ള എത്ര പേരുണ്ടെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. അത് ഈ പോകുന്ന നേഴ്സിന് തന്നെയാണ് ഏറ്റവും നന്നായിട്ട് അസസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഈ ക്ലാസിഫിക്കേഷൻ കിട്ടുന്നത്. അത് കഴിഞ്ഞ് വരുമ്പോൾ സിംറ്റംസ്, പേഷ്യന്റിനുള്ള സിംറ്റംസ് എന്തൊക്കെയാണ്. ഇപ്പം ഇതുമെല്ലാം ഡ്രോപ്പ് ഡൗൺസ് ആണ്. ടൈപ്പ് ചെയ്യുന്നത് വളരെ കുറവാണ്. എനിക്ക് മൊത്തം ഫോമിൽ ഒരു 2 ഫീൽഡ് മാത്രമാണ് ടൈപ്പ് ചെയ്യാനുള്ളത്. ബാക്കിയെല്ലാം ജസ്റ്റ് സെർച്ച് ചെയ്യുക, സെലക്ട് ചെയ്യുക എന്നുള്ളത് മാത്രം. ഇപ്പോൾ പേഷ്യന്റ് പനി ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഫീവർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫീവർ വരും. സോ ഇതിൽ തന്നെ ഫീവറിനെ കുറിച്ച് ഇപ്പം ഈ പേഷ്യന്റിന് പറഞ്ഞു എനിക്കൊരു 3 ദിവസമായിട്ട് പനിയുണ്ട്. അപ്പം നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാൻ പറ്റും. ഡേറ്റ് സെലക്ട് ചെയ്യാം. 3 ദിവസം എന്ന് പറയുമ്പം കഴിഞ്ഞ വെള്ളിയാഴ്ച തൊട്ട് പനിയുണ്ട്. അതുപോലെ അതിന്റെ സ്റ്റേറ്റസ് എന്താണ്, ഉണ്ടായിരുന്നു, കുറഞ്ഞു, അല്ലെങ്കിൽ ഇപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കുന്നു. അതുപോലെ ഇതിന്റെ സിവിയറിറ്റി, ഭയങ്കര പനിയാണോ. സോ ആ ഒരു അടുത്ത ലെവൽ ഇൻഫർമേഷൻസും നമുക്ക് ഇതിനകത്ത് ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ എല്ലാ ഓപ്ഷൻസും ഇപ്പം ഇതെല്ലാം ഡ്രോപ്പ് ഡൗൺ ആണ്. അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് നേഴ്സിന് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ആഡ് നോട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് എല്ലാ നമ്മൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഓപ്ഷൻസിന്റെയും കൂടെ ഈ ആഡ് നോട്ട് ഉണ്ട്. അതായത് ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും കാര്യം എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്കത് എഴുതാം. അതായത് കഴിഞ്ഞ ആഴ്ച വരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, പനി ഇപ്പം തുടങ്ങിയതാണ്, അല്ലെങ്കിൽ ഒന്ന് മഴ നനഞ്ഞപ്പോൾ പനി വന്നതാണ്, അങ്ങനെ ഞാൻ എക്സാമ്പിളാണ് പറയുന്നത്. സോ അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽ എഴുതണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ വരുമ്പോൾ ഡയഗ്നോസിസ്, പേഷ്യന്റെ ഡയഗ്നോസിസ് എന്താണ്, ഇപ്പം അതും സെർച്ച് ചെയ്യുകയാണ്. ജസ്റ്റ് ഇപ്പം എല്ലാത്തിനും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലോവർ റെസ്പിറേറ്ററി ട്രാൻസ് ഇൻഫെക്ഷൻ വരും. ഇതിലും നമ്മൾ കുറച്ച് മുമ്പ് സിംറ്റമിൽ ചെയ്ത പോലെ തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഇപ്പം വേറൊരു സ്ട്രോക്ക്, ഇപ്പം സ്ട്രോക്ക് എന്ന് പറഞ്ഞാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ആഡ് ചെയ്യാൻ ഉള്ള ഓപ്ഷൻ ഉണ്ട്. വീണ്ടും താഴ്ത്തു വന്നു കഴിഞ്ഞാൽ പേഷ്യന്റ് കൂടുതൽ ഡീറ്റെയിൽസ്, അതായത് പേഷ്യന്റിന്റെ സ്ലീപ്പ് എങ്ങനെയാണ്, ഇപ്പം ഉറക്കം. നമ്മൾ 4 കാര്യം ബെഡ് ബൗണ്ട് പേഷ്യന്റെ കാര്യത്തിൽ വീട്ടിൽ ചെല്ലുമ്പോൾ ചോദിക്കണമെന്ന് നമ്മൾ നിർബന്ധിക്കാറുള്ളൂ. ബവൽ, ബ്ലാഡർ, സ്ലീപ്പ്, ന്യൂട്രീഷൻ. ഇത് 4ഉം ഡ്രോപ്പ് ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ സ്ലീപ്പ് കണ്ടോ, എക്സസീവ്, സാറ്റിസ്ഫാക്ടറി, അൺസാറ്റിസ്ഫാക്ടറി, നോ സ്ലീപ്പ്, ഈ രീതിയിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അവർക്ക്
ഇതിലേതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടാൽ മതി അവർ രോഗിയോട് ചോദിച്ചിട്ട്. ഈ പിന്നെ താഴത്തേക്ക് ബ്ലാഡർ കെയർ ക്ലിക്ക് ചെയ്താൽ ഇതില് ഇപ്പൊ നമ്മൾ കത്തീറ്റർ ഇട്ടെന്ന് വെച്ചോ, ഇൻഡോലിൻ കത്തീറ്റർ യൂസേജാ വരുന്നെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് വരും, ഏത് ടൈപ്പാണ് ഉപയോഗിക്കുന്നത്. കോണ്ടം കത്തീറ്റർ ആണെങ്കിൽ അത് ഇടാം, ഇന്റർമീഡിയറ്റ് ആണെങ്കിൽ അത് ഇടാം. പിന്നെ അതിനകത്ത് കത്തീറ്ററിന്റെ സൈസ് എത്രയാണ്, എല്ലാ കാര്യങ്ങളും താഴോട്ട് വരും. അപ്പൊ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ കൂടുതൽ താഴോട്ട് വരില്ല. പക്ഷെ നമ്മൾ ഫില്ല് ചെയ്യുന്നതനുസരിച്ച് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആവശ്യമുള്ള താഴേക്ക് നമുക്ക് ആഡ് ചെയ്ത് പോകാവുന്ന രീതിയിലാണ് ഇത് മൊത്തം ഈ ക്വസ്റ്റ്യൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് ഫില്ല് ചെയ്യാനായിട്ട് ഒരു കമ്മ്യൂണിറ്റി നേഴ്സ് ഇപ്പോൾ ഒരു ആവറേജ് ഒരു 5 മിനിറ്റ് താഴേക്ക് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഒരു ദിവസം ഒരു 8 പേഷ്യന്റിനെ കണ്ടാൽ ആ കണ്ടതിന്റെ തുടർച്ചയായിട്ട് തന്നെ അവിടെ വെച്ചിട്ടോ അല്ലെങ്കിൽ അടുത്ത പേഷ്യന്റിന്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ഇവർക്ക് ഇത് ഫില്ല് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിനകത്ത് ഒറ്റ പ്രോബ്ലം ഒക്കെ ഉള്ളത്, നെറ്റ് ഇല്ലാത്ത സ്ഥലത്ത് ഇത് ചെയ്തിട്ട് പിന്നീട് അപ്ലോഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇപ്പോൾ വന്നിട്ടില്ല. നെറ്റ് ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ അവർ അപ്പോൾ എഴുതി വെച്ചിട്ട് നെറ്റ് ഉള്ള സ്ഥലത്ത് വന്ന് എൻ്റർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഭാവിയിലേക്ക് നമ്മൾ ഒരു ആപ്പ് ഫോമിലാക്കിയിട്ട് അതിനുകൂടി പ്രൊവിഷൻ ഉണ്ടാക്കുന്നുണ്ട്. അധികം താമസിയാതെ ആ പ്രൊവിഷൻ കൂടി ഇതിനകത്ത് വരും. നമ്മുടെ പേഷ്യന്റ് സാറേ, ഇതിപ്പോ നേഴ്സസിന്റെയാണ്. ഇതുപോലെ തന്നെ ഡോക്ടർ കണ്ട ഡോക്ടറുടെ ഫോം ഫില്ല് ചെയ്യേണ്ടത്. ഈ നേഴ്സ് കമ്മ്യൂണിറ്റി നേഴ്സ് ഫോമിന് പകരം ഡോക്ടർ ഫോം. സെക്കൻഡറി നേഴ്സ് കണ്ട സെക്കൻഡറി നേഴ്സ് ഫോം ഉണ്ടാവും. MLSP കണ്ട MLSPയുടെ ഫോം ഉണ്ടാവും. വോളണ്ടിയറെ കാണണമെങ്കിൽ വോളണ്ടിയറുടെ ഫോം അവര് ഫില്ല് ചെയ്യുക. പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റ് ആണെങ്കിൽ അവരുടെ ഫോം ഫില്ല് ചെയ്യുക. കൗൺസിലറെ ആണെങ്കിൽ അവരുടെ ഫോം അവർക്ക് ഫില്ല് ചെയ്യുക. ആയുർവേദ ഡോക്ടറെ ആണെങ്കിൽ അവർക്ക് വേറെ ഫോം ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ ആരാണോ ഫീൽഡിൽ പ്രവർത്തിക്കുന്നത് അവർക്ക് എല്ലാവർക്കും രോഗിയെ കാണുമ്പോൾ അവരുടെ എക്സ്പെർട്ടൈസ് അനുസരിച്ച് ഫില്ല് ചെയ്യേണ്ട ഫോം ഏതാണോ ആ ഫോം എടുത്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്. അത് ബാക്കിയുള്ളവർക്ക് അടുത്ത രോഗിയെ കാണുന്നവർക്ക് അതിന്റെ ഫോളോ അപ്പ് ആയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. പേഷ്യന്റിന്റെ പ്രൈവസി എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇതിപ്പോൾ എവിടെ നോക്കിയാലും എല്ലാം കാണാമെന്നുള്ള ഒരു ധാരണയാണ് എനിക്ക് തോന്നിയത്. അതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ? അല്ല, നമ്മള് ഒന്ന് പേഷ്യന്റിന്റെ ഒരു കേസ് ഷീറ്റ് ഉണ്ടല്ലോ, നമുക്ക് കേസ് ഷീറ്റ് കാണുന്ന നഴ്സിനും അവിടുത്തെ ചാർജുള്ള ഡോക്ടർക്കും അവിടെ ചാർജുള്ള ആൾക്കാർക്കും കാണാനുള്ള നിലവിൽ പെർമിഷൻ ഉണ്ട്. ആ കേസ് ഷീറ്റ് ഓൺലൈൻ ആയെന്നുള്ളൂ, അവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ, വേറെ അടുത്തേക്ക് പോകില്ല. ഈ നേരത്തെ കണ്ടുകൊണ്ടിരുന്ന നമ്മൾ നോക്കാറില്ലെന്നുള്ള വേറെ കാര്യം. പക്ഷെ ഈ എഴുതി വയ്ക്കുന്ന സാധനം നേഴ്സ് എഴുതി വയ്ക്കുന്നത് നേഴ്സിനും ആ യൂണിറ്റിലെ ഡോക്ടർക്കും ആ യൂണിറ്റുമായിട്ട് ഔദ്യോഗികമായിട്ട് ലിങ്ക് ചെയ്യുന്ന ആളുകൾക്കും കാണാൻ നിലവിൽ പ്രൊവിഷൻ ഉണ്ടാണ്. ആ പ്രൊവിഷൻ തന്നെ ഇതിനകത്തുള്ളൂ. പുറത്ത് നമുക്ക് എവിടെ പോയാലും പേഷ്യന്റിന്റെ പേരും ഇയർ ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇത് കൊടുത്താലല്ലേ വരുള്ളൂ. ഫുള്ളി റോൾ ബേസ്ഡ് ആക്സസ് കൺട്രോളാണ്. അതായത് വോളണ്ടിയറിന് മെഡിക്കൽ ഡേറ്റ ആക്സസ് ഉണ്ടാവില്ല. നമ്മളിപ്പം പറഞ്ഞ പോലെ നേഴ്സിനും ഡോക്ടറിനും ഓൾറെഡി ക്ലിനിക്കൽ ഡേറ്റ ആക്സസ് ഉള്ളതുകൊണ്ട് അത് കാണാൻ പറ്റും. ഇപ്പൊ പഞ്ചായത്ത് ലെവലിൽ നോക്കി കഴിഞ്ഞാൽ അവർക്ക് ക്ലിനിക്കൽ ഡേറ്റ ആക്സസ് ഉണ്ടാവില്ല. ഓരോരുത്തരുടെ റോൾ അനുസരിച്ചാണ് പേഷ്യന്റിന്റെ ഏത് ലെവൽ ഇൻഫർമേഷൻ കാണണം എന്നുള്ള ആക്സസ് നമ്മൾ. ഇപ്പൊ ഡോക്ടേഴ്സിനും നേഴ്സസിനും ക്ലിനിക്കൽ കാര്യങ്ങൾ മുഴുവൻ കാണാം. വോളണ്ടിയേഴ്സ് ആയിട്ടുള്ളവർക്ക് ആ വോളണ്ടറി ലെവലിൽ ചെയ്ത കാര്യങ്ങളെ പറ്റൂ. അവർക്ക് ഡോക്ടർ ചെയ്ത എന്താണ് നേഴ്സിന്റെ അവർക്ക് കാണാനായിട്ട് പറ്റില്ല. പഞ്ചായത്തിന്റെ സെക്രട്ടറിക്ക് നോക്കിയാൽ ഇത് രണ്ടും പറ്റില്ല. പഞ്ചായത്ത് സെക്രട്ടറിക്ക് അതിന് ഡാഷ്ബോർഡും അഡ്മിൻ ഡാഷ്ബോർഡും കാര്യങ്ങളെ കാണാനായിട്ട് പറ്റും. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് പിന്നെ ഡോക്ടേഴ്സും കൂടെ ആയതുകൊണ്ട് ഒരു അഡീഷൻ ചെയ്തുള്ളത്, ഈ കാണുന്ന ഫോം നമ്മൾ ബേസിക്കലി വിളിക്കുന്ന ക്വസ്റ്റ്യനെയർ എന്നാണ്. ഈ ക്വസ്റ്റ്യനെയറിന്റെ ബാക്ക് എൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ HLSN സ്റ്റാൻഡേർഡ്സിലാണ് അതിന്റെ ഇന്ററാക്ഷൻ നടക്കുന്നത്. സ്നോമെഡ് CT കോഡിങ്ങിലാണ് ഇതിന്റെ എല്ലാ. അപ്പോൾ സ്നോമെഡ് CT കോഡിങ്, മെഡിക്കേഷൻസും ഡയഗ്നോസ് എല്ലാം സ്നോമെഡിലാണ്. ഏത് ക്വസ്റ്റ്യനും നമുക്ക് സ്നോമെഡിലോട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആസ് ഡോക്ടേഴ്സ് കമ്മ്യൂണിറ്റി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് എന്തോരം വർക്ക് ചെയ്ത് നല്ല ക്വസ്റ്റ്യനേഴ്സ് ഉണ്ടാക്കുന്നോ, എന്തോരം കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നോ, അതനുസരിച്ച് നമുക്ക് ഭാവിയിൽ ഈവൻ റിസർച്ച് ആസ്പെക്റ്റിലും എല്ലാത്തിലോട്ടും ഇതിനെ കൊണ്ടുപോകാൻ പറ്റും. അതെ, കസ്റ്റമൈഡ് ഫോംസ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ. നമ്മളിപ്പോൾ ഇൻഡിവിജ്വൽ കസ്റ്റമൈഡ് വന്നിട്ടില്ല. ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ പാലിയേറ്റീവ് കെയറിലാണെങ്കിൽ നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് നല്ല ക്വസ്റ്റ്യനേഴ്സ് ഉണ്ടാക്കിയാൽ അതൊരു കൺസെൻഷ്യലി എല്ലാവർക്കും കൺസെൻഷ്യൽ ആണെങ്കിൽ അത് നമുക്ക് ഇതിലോട്ട് വരുത്താൻ പറ്റും. അല്ല, അതാണ് സ്നോമെഡ്. എല്ലാ സ്നോമെഡും നമ്മൾ എന്തോരം എഫേർട്ട് ഇടുന്നു അതനുസരിച്ച് കൂടുതൽ സ്നോമെഡ് CT വരും.
ഉണ്ട് അല്ല, എൻകൗണ്ടർ ഇസ് HL7 സ്റ്റാൻഡേർഡ്. ഞാനത് പിന്നെ വരാം, കാരണം എല്ലാവർക്കും ചിലപ്പോൾ എൻകൗണ്ടർ HL7 ആണ്, സ്നോമെഡ് അതിന്റെ ഭാഗമാണ്. അതെ മാഡം. സർ, ഇങ്ങനൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാനുള്ള ഉദ്ദേശം ഇത് ഡേറ്റ കളക്ഷൻ അതുപോലെ ഈ എന്താണ് ക്വാണ്ടിഫൈ ചെയ്യാനാണോ? ലൈക്ക് പ്രധാന ഉദ്ദേശം കണ്ടിന്യൂ ഓഫ് കെയർ. ഒരു രോഗിക്ക് 4 സ്ഥലത്ത് പോകുമ്പോൾ 4 രീതിയിൽ കെയർ ചെയ്യുന്നതിന് പകരം മുമ്പ് എന്താണോ ചെയ്തതെന്ന് നോക്കിയിട്ട് ബാക്കിയുള്ളവർ ചെയ്യാൻ കഴിയണം. അതാണ് പ്രധാന ഉദ്ദേശം. അപ്പോൾ സാർ അതിന്റെ മുന്നേ അതായിട്ട് ഇനി ഒരു പ്രോട്ടോകോൾ ഒക്കെ ഉണ്ടാക്കണം എന്നുള്ളതും കൂടെ പ്ലാൻ ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക്കലി വരുമല്ലോ. കാര്യം ഇതെല്ലാം ഡാറ്റ ഇതിനകത്തുണ്ട്. അത് എടുത്ത് റിസർച്ചിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ എങ്ങനെ. പക്ഷെ പ്രൈം ഉദ്ദേശം പേഷ്യന്റിന് കണ്ടിന്യൂ ഓഫ് കെയർ കൊടുക്കുക എന്നുള്ളതാണ്. വോളണ്ടിയറും ഫിസിയോതെറാപ്പിസ്റ്റ് അങ്ങനെയുള്ളവരുടെയൊക്കെ റിപ്പോർട്ട് ഡോക്ടർക്ക് കാണാൻ പറ്റുമോ? പറ്റും. ചാർജ് ഡോക്ടർക്ക് കാണാൻ പറ്റും. അവിടുത്തെ ചാർജ് ഡോക്ടർക്ക് ഈ എല്ലാ അവർ ഐഡിയ കൊടുത്തിട്ടുള്ള എല്ലാവരുടെയും ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഓക്കെ. ഇതിൽ ഫ്രീ ആയിട്ടുള്ള ഹോം കെയർ മാത്രമാണോ പെയ്ഡ് സർവീസസ് ആർ ഓൾസോ ഫാക്ടേർഡ്? പേയ്മെന്റ് സിസ്റ്റോടെ പറഞ്ഞിട്ടുണ്ട്. 2 കാര്യം, ഫ്രീ ഫോർ ഓൾ, ഫ്രീ ഫോർ പീപ്പിൾ BPL. 2 ഓപ്ഷൻ ഉണ്ട്. എന്നുവെച്ചാൽ ഗവൺമെന്റ് ഉദ്ദേശം മുഴുവൻ ആൾക്കാർക്കും കെയർ എത്തിക്കുക, ഫ്രീ കെയർ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതായിട്ട്. അപ്പം ഏതെങ്കിലും NGOs ഫുൾ ഫ്രീ ഉണ്ടെങ്കിൽ ഇതിനകത്ത് എന്തായാലും എൻ്റർ ചെയ്യാം. അതുപോലെ തന്നെ അവർ കുറച്ച് പേഷ്യൻസിന് ഫ്രീ കൊടുക്കുന്നുണ്ട് എങ്കിൽ ഞങ്ങൾ കുറച്ച് പേഷ്യൻസിന് ഫ്രീ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതും അവർക്കും ഇതിനകത്തേക്ക് രജിസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുള്ളി പേയ്മെന്റ് ആയിട്ടുള്ള സന്നദ്ധ സംഘടനകൾക്ക് നിലവിൽ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടില്ല. അവർ ഏതെങ്കിലും ഫ്രീ സർവീസോടെ കൊടുക്കുന്നുണ്ട്, അവൈലബിലിറ്റി ഉണ്ടെങ്കിലാണ് നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളൂ. അത് ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള ഒരു പോളിസിയുടെ അടിസ്ഥാനത്തിലാണ്. ഭാവിയിൽ മറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ അടക്കം ലിങ്ക് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവിടെ വരും. ഒരു ഡോക്ടർക്ക് വേറൊരാൾക്ക് റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിലോ? പറ്റും. എല്ലാം ഡോക്ടർക്ക് മാത്രമല്ല, ഡോക്ടർക്കോ നഴ്സിനോ വോളണ്ടിയർക്കോ വേറെ റിക്വസ്റ്റ് ഇതിനകത്ത് ഇടാൻ പറ്റും. ഇന്ന ഒരു കെയർ ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഒരു വാട്ടർ ബെഡ് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് റിക്വസ്റ്റ് ചെയ്യാം, എയർ ബെഡ് ആവശ്യമുണ്ടെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാം. ഉള്ള സ്ഥലത്ത് അപ്പോൾ അത് ഉള്ള സ്ഥലത്തൊക്കെ എവിടെയാണ് ഉള്ളതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്കത് അഡ്രസ്സ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ വേറെ ഡോക്ടറുടെ സ്പെഷ്യലിസ്റ്റ് കെയർ ആവശ്യമുണ്ടെങ്കിൽ അത് റിക്വസ്റ്റ് ആയിട്ട് ഇടാം. അപ്പോൾ അതുള്ള സ്ഥലത്ത് നിന്ന് അവർക്ക് റെസ്പോൺസ് കിട്ടുന്ന രീതിയിലേക്ക് സിസ്റ്റം ഉണ്ട്. ഒരു ഡൗട്ട്, ഇപ്പം പേഷ്യന്റിന് ചൂസ് ചെയ്യാമോ ഏത് സിസ്റ്റമാണ് വേണ്ടതെന്ന്? അതായത് ഫോർ എക്സാമ്പിൾ പേഷ്യന്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ എനിക്കിപ്പോൾ ഇന്ന NGO വേണം, പറ്റും. അപ്പൊ അതുപോലെ തന്നെ ഇപ്പം ഗവൺമെന്റിൽ മിക്കവാറും അവരുടെ കീഴിലുള്ള എല്ലാവരെയും വിസിറ്റ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട് ഹോം കെയറിൽ. പക്ഷെ അവർ തന്നെ വേറൊരു NGOയെയും അവർ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ചെയ്യാം. അപ്പം ഈ NGOയ്ക്ക് ഗവൺമെന്റിൽ എന്താണ് ചെയ്തതെന്നും ഗവൺമെന്റിലെ ആൾക്കാർക്ക് NGOക്കാർ വന്ന് എന്താണ് ചെയ്തതെന്നുള്ളതും അറിയാൻ പറ്റും. അറിയണം. അറിയാൻ പറ്റും. അതായത് പേഷ്യന്റ് ഈ നമ്പറും ഈ ഇത് ഇട്ട് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ആര് ഗ്രിഡിലെ ഡാറ്റ എൻ്റർ ചെയ്താലും അത് അറിയാൻ പറ്റും. ഓക്കെ, എനിബഡി ക്യാൻ ആക്സസ് ദാറ്റ് ഇൻഫർമേഷൻ. പേഷ്യന്റ് സമ്മതത്തോടു കൂടി പേഷ്യന്റ് സമ്മതത്തോടു കൂടെ. അപ്പം പേഷ്യന്റ് ഇപ്പം ആണെങ്കിൽ വേറൊരു NGO ആണ് വന്ന് രാത്രി വന്ന് കെയർ കൊടുത്തു, അതും ഇപ്പം ഈ വ്യക്തിയുടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ രാത്രി അവിടെ ചെല്ലുമ്പോൾ ആ വ്യക്തിയുടെ അവരുടെ ഗ്രിഡ് ലോഗിൻ എടുത്തിട്ട് വ്യക്തിയുടെ ഫോൺ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും പേരും അടിച്ചാൽ മുമ്പ് ചെയ്ത കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് കിട്ടും. ഇവരിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ അതിനകത്ത് എഴുതാനും പറ്റും. ഓക്കെ. അതുപോലെ ഈ വോളണ്ടിയർ ട്രെയിനിങ്, ഇപ്പം ഒരു പേഷ്യന്റിന് ഒരു വോളണ്ടിയർ എന്നുള്ളതല്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇന്ന ഒരാൾക്ക് തൊട്ട് 2 വീടുകൾക്ക് അപ്പുറം ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ഉണ്ട്. അപ്പോൾ ആ പുള്ളിക്ക് ഈ ഒരാളോട് മാത്രമേ എനിക്ക് കെയർ കൊടുക്കാൻ താല്പര്യമുള്ളൂ. നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന അതാണ്. പക്ഷേ ആ പേഷ്യൻ്റെ ഡെത്തായി, പക്ഷേ ഞാൻ ആ വ്യക്തി വോളണ്ടിയർ എന്ന നിലയിൽ പിന്നെ ആ സിസ്റ്റത്തിൽ തന്നെ കിടക്കും. അത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇപ്പം നമ്മൾ അത് പഞ്ചായത്ത് ലെവൽ സിസ്റ്റം വരെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളൂ. അടുത്ത് ഡെവലപ്പ് ചെയ്യുന്നത് വാർഡ് ലെവൽ സിസ്റ്റമാണ്. അപ്പോൾ വാർഡിലെ ആശ, അംഗൻവാടി, കുടുംബശ്രീ, പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ടീമുണ്ടല്ലോ, വാർഡ് ടീമുണ്ടല്ലോ. അപ്പോൾ അവിടെയുള്ള ഒരു 15 പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ ആ 15 പേഷ്യൻറ്റ് വോളണ്ടിയർ ഉണ്ടെന്ന് എൻഷർ ചെയ്യാനുള്ള ഉത്തരവാദിത്തം വാർഡ് ടീമിനാണ്. അപ്പോൾ അവിടെയുള്ള 15 പേഷ്യൻറ്റിന് അവർക്ക് കാണാം, പേഷ്യൻ്റെ പേരും കാര്യങ്ങളും കാണാം. ഇവരെല്ലാം വോളണ്ടിയർ ലിങ്ക്ഡ് ആണെന്നുള്ള അവർ ചെക്ക് ചെയ്യണം. ഒരാൾ മരിച്ചു പോയാൽ അവരെ മാറ്റിയിട്ട് ആ വോളണ്ടിയർക്ക് അടുത്ത പേഷ്യൻറ്റിനെ
കൊടുക്കാനായിട്ട് കഴിയുന്ന അങ്ങനെ ഒരു വാർഡ് ടീമിന്റെ സിസ്റ്റം കൂടി ഓരോ വാർഡിന് ലോഗിൻ കൊടുത്തുകൊണ്ടുള്ള സാധനം കൂടി ഇതിനകത്ത് വരും അധികം താമസിക്കാം. അപ്പോൾ ഇൻഡിവിജ്വലി ഒരു പേഷ്യൻ്റ് അല്ല ചൂസ് ചെയ്യുന്നത് വോളണ്ടിയറിന് അല്ലേ? അല്ല, അങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ എന്റെ വീട്ടിൽ രണ്ടപ്പുറത്തുള്ള ഇന്ന ആളുണ്ട്, ആ ആള് മതി എന്റെ വോളണ്ടിയർ. അപ്പം ഈ കാരണം പേഷ്യന്റ് ഈ ഇത് മാറിക്കൊണ്ടിരിക്കുമല്ലോ, പേഷ്യന്റ് നമ്പർ അല്ല, പേഷ്യന്റ് സർവീസ് ചൂസ് ചെയ്യാൻ പറ്റും. സർവീസ് സപ്പോർട്ട് ഇന്ന വോളണ്ടിയർ എനിക്ക് വരാവുന്നത് ചൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ വോളണ്ടിയർ മതി എനിക്ക്. ചെയ്യാൻ പറ്റുമോ? ആ ആളെ മാത്രമായിട്ട് ട്രെയിൻ ചെയ്യാൻ അല്ലല്ല, അവിടുത്തെ വാർഡ് ടീമിനോട് പറഞ്ഞാൽ അത് അങ്ങനെ ചെയ്തു കൊടുക്കും. ഗ്രൂപ്പായിട്ട് 20 to 30% ഗ്രൂപ്പായിട്ടായിരിക്കും വോളണ്ടിയർ ട്രെയിനിങ് വരുന്നത്. സാർ, ഇത് ഇപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി റണ്ണിങ് ആണ്, ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനകത്ത്. അപ്പോൾ അതിനകത്ത് വന്നൊരു ചെറിയൊരു ഡിഫിക്കൽട്ടി എന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റി നേഴ്സസിന് മെഡിസിൻസ് ജനറിക്കായിട്ട് ഇപ്പോൾ നമ്മളതിനകത്ത് എൻട്രി കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ പലർക്കത് ജനറിക്കായിട്ട് കണ്ടുപിടിക്കാൻ പാടുപെടുന്നു എന്നുള്ളത് ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എക്കോസ്പ്രിൻ ഗോൾഡ് 20 എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണെങ്കിൽ അതിനകത്ത് കണ്ടന്റ് 3 ഉണ്ട്. അസറ്റൈൽ സാലിസിലിക് ആസിഡ് ഉണ്ട്, ക്ലോപ്പിഡോഗ്രലുണ്ട്, അറ്റോറോസ്റ്റാറ്റിൻ ഉണ്ട്. അപ്പം 3 ഡിഫറെൻറ്റ് നമ്പേഴ്സ് ആയിട്ട് തന്നെ അടിക്കേണ്ടി വരുന്നു. ഈ ഹെൽത്തിൽ നമ്മൾ ഓൾറെഡി ഗവൺമെന്റ് സെക്ടറിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷെ അതൊരു വേറെ മാർഗമില്ല. അപ്പൊ അതൊന്ന് അല്ലെങ്കിൽ ഈ അതായത് ഈ ട്രീറ്റ് ചെയ്യുന്ന നമ്മൾ മരുന്ന് എഴുതണമെങ്കിൽ ആ മരുന്നിനകത്തുള്ള സാധനം എന്താണെന്ന് അറിയണം. അത് പോകുന്ന നേഴ്സും അറിയണം. അതറിയാതെ അതിനകത്ത് എഴുതി വെച്ചിട്ട് യാതൊരു ഗുണവും ഇല്ല. ഒത്തിരി പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരാൾക്ക് തന്നെ 2 NSAID എഴുതുന്നു. കോമ്പിനേഷൻ എഴുതുമ്പോഴാണ് 2 NSAID എഴുതി പോരും ഇതായിട്ട്. അപ്പം ഇതിനകത്തൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നിലവിൽ നേഴ്സസ് ഈ മെഡിസിൻ്റെ കാര്യമായിട്ട് നോക്കുന്നില്ല. പ്രൈമറി നേഴ്സസ് നിലവിലത്തെ സിസ്റ്റത്തിൽ കേസ് എടുത്ത് നോക്കിയാൽ നമുക്കറിയാം. കുറച്ച് പേരെ അവർക്ക് തന്നെ അറിയണ്ടാവില്ല എന്താ മെഡിസിൻ ഒന്നും. അപ്പോൾ അത് കുറച്ചുകൂടി അവർ ഈ ജീവിതത്തിലേക്ക് ഓറിയൻറ്റഡ് ആയിട്ട് വരും. കണ്ടന്റ് നോക്കി ഇതിപ്പം മെഡിസിൻ എല്ലാം അതിനകത്ത് എഴുതി ഇത് വെച്ചിട്ടല്ല നാളെ ഡോക്ടർ മരുന്ന് കൊടുക്കാൻ പോണത്. ഇത് നേഴ്സ് ലോട്ട് ഫോമാണ്. നേഴ്സ് ലോട്ട് ഫോം നോക്കിയിട്ടല്ല ഡോക്ടർ അതിനകത്ത് ബാക്കിയുള്ള മരുന്നിൽ എഴുതും. അവർക്ക് ആരാണ് പ്രിസ്ക്രൈബ് ചെയ്ത് അതനുസരിച്ച് തന്നെയാണ് ഡോക്ടർ മരുന്ന് എഴുതാനായിട്ട് പോകുന്നത്. അടുത്തതിനകത്ത് ആവശ്യമുള്ള പേഷ്യന്റിനെ മാസത്തിലൊരിക്കൽ ഡോക്ടർ കാണണമെന്നുണ്ട്. അപ്പോൾ ഡോക്ടർ കാണുമ്പോൾ അതിനകത്ത് കുറച്ചുകൂടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് വന്നോളൂ. സോ ഞാൻ ചോദിച്ച ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം അങ്ങനെ എക്കോസ്പ്രിൻ ഗോൾഡ് 20 എന്ന് പറയുന്നതിൻ്റെ 3 വെവ്വേറായിട്ട് അടിക്കുന്നതിന് പകരം 3 കൂടെ കോമ്പിനേഷൻ ആയിട്ട് ജനറിക് തന്നെ ഈ ഹെൽത്തിൽ ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഓപ്ഷൻ കിട്ടാറുണ്ട്, പ്ലസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ടൈം ബർഡൻ കുറയ്ക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. കറക്റ്റ്. അത് ആ സിസ്റ്റത്തിലേക്ക് വന്നേ പറ്റൂ. ഇപ്പൊ നമ്മളിപ്പോ ഇതിനകത്തൊരു നേഴ്സ് ഇപ്പോൾ ഒരു തെറ്റടിച്ചു പോയെന്നുള്ളത് ആരും പേടിക്കണ്ട. നേഴ്സ് അവർക്ക് രീതിയിൽ അവർ അടിച്ചു വയ്ക്കും. കേസ് എടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാം ഒത്തിരി പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. ഇതിനകത്തും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ നേഴ്സ് എഴുതി നമുക്ക് അതുപോലെ തന്നെ ഡോക്ടറെ അടുത്ത് മരുന്ന് എഴുതുകയല്ല ചെയ്യുന്നത്. മരുന്ന് ഡോക്ടർ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് പ്രിസ്ക്രൈബ് ചെയ്ത് വിടുന്നത്. ആ ഡോക്ടർ തന്നെ മരുന്ന് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുന്നുള്ളൂ. നേഴ്സ് എന്താ ചെയ്യുന്നത്? നിലവിൽ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് എടുത്ത് എഴുതുക എന്നുള്ള കാര്യം മാത്രമേ അവർ ചെയ്യുന്നു. ഇത് നമുക്ക് ഫ്യൂച്ചറിൽ നമ്മുടെ ഗ്രിഡ് ആബ വരികയാണെങ്കിൽ അതുമായിട്ട് ലിങ്ക് ആവും. ആബ കംപ്ലൈന്റ് ആണിത്. അതാ പറഞ്ഞത്. ആബ M1, M2, M3 കംപ്ലൈന്റ് ആണ്. ഈ സെഷന്റെ സമയം എത്ര മണി വരെയാണ്? കഴിഞ്ഞു. സമയത്തിനെ കുറിച്ചൊരു ധാരണ ഇല്ലാതെ സർവീസ് ക്വസ്റ്റ്യൻ. സോ ഇത് ബേസിക്കലി ഞാൻ പറഞ്ഞ പോലെ ഓൾറെഡി ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് അതിനകത്തൊന്നും ഇല്ല. അത് കഴിഞ്ഞ് ഈ ഒരു കാര്യം കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പം ഈ ഒരു വിസിറ്റ് കഴിഞ്ഞ് നേഴ്സ് പോകുന്നതിന് കൂടെ തന്നെ അടുത്തത് ഇനി ഞാൻ എന്നാണ് വരുന്നതും കൂടെ ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. സോ ഇപ്പം അടുത്ത ഇനി ഞാൻ 23-ാം തീയതി വരുന്നതെങ്കിൽ ആ 23-ാം തീയതി ഏത് സമയത്താണ് വരുന്നത് എന്നുള്ളൊരു സ്ലോട്ടും സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നേഴ്സിന്റെ ഇവിടെ ഈ ഒരു വ്യൂ നേഴ്സിനുണ്ടാകും. സോ ഇവിടെ അവർക്ക് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയറിനകത്ത് രാവിലെ കയറി എനിക്കിപ്പം ഇന്ന് ടുഡേ അടിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ എത്ര പേഷ്യൻസിനെ കാണാം എന്നുള്ള ലിസ്റ്റ് ഇവിടെ കാണാം. അവരുടെ പേര് കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ കാണാം. അടുത്ത ഒരാഴ്ച കാണണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒരാഴ്ച ഞാൻ എത്ര പേരെ കാണാനുണ്ട്, ഏത് സമയത്താണ് കാണേണ്ടത്, ഇതിപ്പം ഞാൻ ബുക്ക് ചെയ്യാത്തതുകൊണ്ടാണ്. അതുപോലെ അടുത്ത മാസം നമുക്ക് ഏത് ഡേറ്റ് വേണം വിസിബിലിറ്റി കിട്ടണമെങ്കിൽ അവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത ഒരു മെയിൻ ഫീച്ചർ നമ്മൾ കുറച്ചും ഇത് നേഴ്സിനും ഡോക്ടേഴ്സിനും ഏറ്റവും വലിയ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിട്ടാണ് വരുന്നത്. നമുക്ക് ഇപ്പോഴുള്ള പ്രശ്നം കുറേ പേഷ്യൻസ് ഉണ്ട്, പോകുന്നു,
ഇതിൽ ആരൊക്കെ നമുക്ക് കൊടുക്കാനുണ്ട്, മിസ്സായിട്ടുണ്ടോ ഒന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് എപ്പോഴും പറയുമ്പോൾ ഞങ്ങൾ 10 ഹോം കെയർ പോയി 100 രോഗികളെ കണ്ടു. ഇതിനകത്ത് എത്ര രോഗികൾ മിസ്സായി എന്നുള്ള ആരും ഒരിടത്തും പറയുന്നില്ല. ഇത്ര രോഗികളെ കാണാൻ പറ്റിയില്ല എന്ന് ആരും പറയുന്നില്ല, കണ്ടു എന്ന് മാത്രമേ ആരും പറയുന്നുള്ളൂ. ആ കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് ഇതിനകത്ത് അറിയും. അത് നമുക്കും അറിയാൻ പറ്റും, ബാക്കിയുള്ളവർക്കും അറിയാൻ പറ്റും. പിന്നെ കുറച്ച് മുമ്പേ പറഞ്ഞു ഇപ്പം മറ്റേ പേഷ്യൻസിനെ പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലോട്ട് റെഫർ ചെയ്യുമോ, അതുപോലെ ഇപ്പോൾ പേഷ്യന്റ് എന്തെങ്കിലും അഡീഷണൽ ആവശ്യം, മെഡിസിൻ വേണം, വീൽ ചെയർ വേണം, അങ്ങനത്തെ റിക്വസ്റ്റുകൾ എങ്ങനെ ഫീൽഡ് ചെയ്യുന്ന അതാത് ഫെസിലിറ്റിയിൽ എത്തിക്കാന്നുള്ളത് പേഷ്യന്റ് പ്രൊഫൈലിൽ തന്നെ നമുക്ക് റിക്വസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഇവിടെ ഒരു ക്രിയേറ്റ് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതും വീണ്ടും ഒരു ഫോമാണ്. സോ ഇതിനകത്ത് നമുക്ക് ഏത് ഫെസിലിറ്റിയിലോട്ടാണ് ഈ റിക്വസ്റ്റ് കൊടുക്കുന്നതെന്ന് ചൂസ് ചെയ്യാം. അതുപോലെ എന്ത് ടൈപ്പ് ഓഫ് ഫെസിലിറ്റി കാറ്റഗറി, അതായത് ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ ക്ലിനിക്കൽ കെയർ ആണോ അതോ കംഫർട്ട് ഡിവൈസ്. ഇപ്പോൾ ഒരു വീൽ ചെയർ വേണമെന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക. അതുപോലെ പേഷ്യന്റ് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാം. ഒരു റിക്വസ്റ്റ് ഫോം ഡീറ്റെയിൽ ആയിട്ട്, അതായത് ഈ പേഷ്യന്റ് നടക്കാൻ വയ്യ, ഒരു വീൽ ചെയർ വേണം എന്നുള്ള ഇൻഫർമേഷൻ ഈ ഒരു ഫീൽഡിലെ നേഴ്സിന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഈ ഫെസിലിറ്റി ചെല്ലുകയും അവർക്കത് പ്രോസസ് ചെയ്യാനും പറ്റും. സോ ഇതുപോലെ ഓരോ ഫെസിലിറ്റി ലെവലിൽ വരുന്ന എല്ലാ റിക്വസ്റ്റുകളും നമുക്കിവിടെ ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ ഫെസിലിറ്റിയിൽ അഡ്മിൻ കയറി കഴിഞ്ഞാൽ അവർക്ക് റിക്വസ്റ്റുകളിൽ ഇവിടെ ലിസ്റ്റഡ് ആയിട്ട് കാണാൻ പറ്റും. ഇതിനൊരു ഡീറ്റെയിൽ ട്രെയിനിങ് എന്തായാലും കാണുമല്ലോ. ഡീറ്റെയിൽ ട്രെയിനിങ് ഒത്തിരി ഉണ്ട്. പക്ഷേ